ആശറത്ത് തോന്നുന്നുണ്ടാ? ഇത് മുണ്ടിക്കൂടെ? എണിച്ചോളാൻ കാണുന്നു.
ചോദിച്ച പൊന്നു ഒരു ഊര് അവസരൂരാ പെണ്ണൂര് അവസരൂര് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഹൈ ഓൾ റൈറ്റ്. ചാറ്റ് ബോക്സ് ഓക്കെ. ചാറ്റ് ബോക്സിലേക്ക് യെസ് ഓർ നോ ഇട്ടേക്കണേ. ബോർഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു. കാതോഡറെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഒക്കെ നോക്കിയായിരുന്നു. ഇപ്പൊ സ്ലൈഡ് കാണുന്നുണ്ടോ? ആറ്റോന്ന് എഴുതിയേക്കുന്ന ഭാഗമാണോ കാണുന്നത്? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇന്നലെ ലാസ്റ്റ് പോയിന്റ് നിർത്തിയിരിക്കുന്ന ബോർഡിലേക്ക് നോക്കി. ഇവിടെ ആയിരുന്നു അല്ലേ? 1.7588 into 10⁻11 ആ ഒരു പോയിന്റിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയിരിക്കുന്നത്. അതിന്റെ ബാക്കി എടുക്കാമല്ലോ ഇനി അല്ലേ? നോക്കിയല്ലേ? ശരി. ബോർഡ് കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? റൈറ്റ്. തുടങ്ങാം നമുക്ക്. നമുക്ക് അടുത്ത പഠിക്കേണ്ടത് നമ്മുടെ ID കാർഡ്. ID കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്ന ID കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് അല്ലേ? നോക്കൂ, മുകളിലേക്ക് നോക്കുക. ID കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്. അടുത്ത പഠിക്കേണ്ടത് ID കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എന്നറിയപ്പെടുന്ന പാർട്ടിക്കിളിനെ പറ്റിയാണ്, പ്രോട്ടോണിനെ പറ്റി. അപ്പോൾ നോക്കണേ, ഈ പ്രോട്ടോണിനെ പറ്റി പറയുന്നതിന് മുന്നേ രണ്ട് സയന്റിസ്റ്റുമാരെ ഒരേപോലെ പരിചയപ്പെടുക. ഒന്നാമത്തെ ആളുടെ പേര് ഗോൾഡ് സ്റ്റെയിൻ. അപ്പോൾ ഒന്നാമത്തെ ആളുടെ പേര് നോക്കി ഒരു ഇൻഡെക്സ്, ഒരു സമ്മറി ആയിട്ട് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് എക്സ്പെരിമെന്റ് പറയാം. നമ്മുടെ സയന്റിസ്റ്റിന്റെ പേരെന്താ? ഒന്നാമത്തെ ആളുടെ പേര് ഗോൾഡ് സ്റ്റെയിൻ, രണ്ടാമത്തെ ആളുടെ പേര് ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി എന്താ ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
നിങ്ങൾ ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന ID കാർഡ് ഓഫ് ദി ആറ്റം അല്ലേ, പ്രോട്ടോണിന് രണ്ട് വിളിപ്പേരുണ്ട്. ഒന്ന് ID കാർഡ് ഓഫ് ദി ആറ്റം, അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി ആറ്റം, അതും അല്ലെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം ഫിംഗർ പ്രിന്റ് ഓഫ് ദി ആറ്റം എന്ന് പറഞ്ഞ് വിളിക്കാം. അപ്പോൾ ഒന്നെങ്കിൽ വിളിക്കാം ID കാർഡ് ഓഫ് ദി ആറ്റം, അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി ആറ്റം, അതും അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ഓഫ് ദി ആറ്റം എന്ന് പറഞ്ഞ് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി പ്രോട്ടോണിനെ കുറിച്ച് പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചെറിയ ഒരു, അതായത് ഒരു ക്ലാരിറ്റി ഒരു NCERT തന്നെ കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കൊരു ക്ലാരിറ്റി ആദ്യം തയ്യാറാക്കിയെടുക്കാം. ശരിക്കും പ്രോട്ടോണിന്റെ പിതാവ് എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഏണസ്റ്റ് റൂദർഫോർഡിനെയാണ്. നോക്കണേ, ഫാദർ ഓഫ് പ്രോട്ടോൺ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ പിതാവായി പരിഗണിക്കുന്നു പരിഗണിക്കുകയല്ല, അദ്ദേഹം തന്നെയാണ് പ്രോട്ടോണിന്റെ പിതാവ് ഏണസ്റ്റ് റൂദർഫോർഡ്. ഈ പ്രോട്ടോണിനെ കണ്ടുപിടിച്ച വർഷം 1920 എന്ന് മനസ്സിലേക്ക് ആലോചിച്ച് വെക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഫാദർ ഓഫ് പ്രോട്ടോൺ ആരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. കണ്ടുപിടിച്ച വർഷം എപ്പോഴാ? 1920 അല്ലെങ്കിൽ 1920. നിൽക്കട്ടെ അവിടെ, വീണ്ടും മുകളിലേക്ക് നോക്ക്. ഇനി അടുത്തൊരു സയന്റിസ്റ്റ് ഗോൾഡ് സ്റ്റെയിൻ. ഇദ്ദേഹത്തിന്റെ പോയിന്റ് 1886. നോക്കണേ, 1886 ഇദ്ദേഹം ഈ ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ചെയ്തിരുന്നു, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട എക്സ്പെരിമെന്റിന് സമാനമായി അദ്ദേഹം, അതായത് നമ്മുടെ ഈ ജെ തോംസന്റെ കാഥോഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിന് സമാനമായി ഇദ്ദേഹം മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്തു. അതിന്റെ പേരെന്താ? ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. അത് തന്നെ. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റിനകത്ത് കുറച്ച് മാറ്റങ്ങൾ ജെ തോംസൺ ചെയ്ത എക്സ്പെരിമെന്റിന്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഇദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് ചെയ്തു. ആ എക്സ്പെരിമെന്റിന്റെ പേരെന്താ? അത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് അല്ലേ? എന്തായാലും പേര് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് തന്നെയാണ്. സയന്റിസ്റ്റിന്റെ പേരെന്താ? ഗോൾഡ് സ്റ്റെയിൻ. വർഷം എപ്പോഴാ? 1886. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1808 നമ്മൾ ഇന്നലെ പഠിപ്പിച്ചു. 1808 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആറ്റം കണ്ടുപിടിച്ചു. വെയിറ്റിംഗ് ആണ്. 1808 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആറ്റം കണ്ടുപിടിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗോൾഡ് സ്റ്റെയിൻ, സയന്റിസ്റ്റിന്റെ പേരെന്താ? ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾ ആലോചിക്കുക, ഇത് 886 അപ്പൊ 808 ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ആറ്റവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ഒരു കാര്യം, 1808 ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ബില്ലിയാർഡ് ബോൾ മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ മോഡേൺ അറ്റോമിക് തിയറി വഴി ആറ്റം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇത്രേ അറിയത്തുള്ളൂ. ശേഷം വർഷങ്ങൾ കഴിഞ്ഞ് 1886 ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിലൂടെ പറയുന്നുണ്ട് ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് പറയുന്നു. മറന്നുപോലെ ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറയുന്നു. മറന്നുപോകരുത്, എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പ്രഡിക്ഷൻ, ഒരു പ്രവചനമാണ്. അത്രേ ഉള്ളൂ, ജസ്റ്റ് എ പ്രഡിക്ഷൻ. അദ്ദേഹം ഒരു പ്രഡിക്ഷൻ നടത്തി ആറ്റത്തിനുള്ളിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു പോസിറ്റീവ് ചാർജ് കണ്ടുപിടിക്കപ്പെടാം. 886 ആ 886 വേറൊന്നും അറിയില്ല. അതിന്റെ പേര് പ്രോട്ടോൺ എന്നറിയില്ല, അതിന്റെ ചാർജ് അറിയില്ല, മാസ് അറിയില്ല, ഒന്നും അറിയില്ല. പോസിറ്റീവ് ചാർജ്, അതായത് ഒരു പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾ ആറ്റത്തിനുള്ളിൽ എവിടെയോ ഉണ്ട് എന്നതിനപ്പുറം വേറൊന്നും അറിയില്ല. അപ്പോൾ 1808 ആ ടൈം ലൈൻ നോക്കിയോണേ. 1808 സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ജോൺ ഡാൾട്ടൺ. 1886 നമ്മുടെ സയന്റിസ്റ്റ് ആരാ? ഗോൾഡ് സ്റ്റെയിൻ. അദ്ദേഹം വീണ്ടും ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തു. ആ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റിൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താ? അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്, ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് പറയുന്നു. ഇത്രയും പറഞ്ഞു വെച്ചു. അദ്ദേഹത്തിന്റെ കാര്യം നോക്കി പോയി. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു പ്രഡിക്റ്റ് അബൌട്ട് പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ആറ്റം. നോക്കണേ, ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു പ്രഡിക്റ്റ് അബൌട്ട് പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ആൻ ആറ്റം. ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് ആദ്യമായിട്ട് ഒരു പ്രഡിക്ഷൻ, ഒരു പ്രവചനം നടത്തിയതാരാ? അത് ഗോൾഡ് സ്റ്റെയിനാണ്. ഇനി ഈ 886 ഇദ്ദേഹം നടത്തിയ ഒരു പ്രവചനം ഉണ്ടല്ലോ, ഈ പ്രവചനം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാൻ ആര് വരുന്നു? ഏണസ്റ്റ് റൂദർഫോർഡ്. ശരിക്കും കേൾക്കണേ, ഈ ഒരു പ്രവചനം ശരിയാണോ തെറ്റാണോ എന്ന് പഠിക്കാൻ ആര് വരുന്നു? ഏണസ്റ്റ് റൂദർഫോർഡ്. റൂദർഫോർഡ് നടത്തിയ പരീക്ഷണത്തിന്റെ പേരെന്താ? ആൽഫാറേ. കേട്ടിട്ടുണ്ടോ? ആൽഫാറേ, +1 NCERT. ആൽഫാറേ ഗോൾഡ് ഫോയിൽ പരീക്ഷണം എന്ന് കേട്ടിട്ടുണ്ടോ? ആൽഫാറേ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തി. ഏതാ വർഷം? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. ഈ പരീക്ഷ നടത്തിയ വർഷത്തിന്റെ പേര് പറയുമോ? ഉണ്ടോ? ആൽഫാറെ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തിയ വർഷം ഏതാ? 1911 ആണ് കേട്ടോ, 1911.
അപ്പോൾ നോക്ക് 1911 ആൽഫ റേ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് നടത്തി. 1911 സയന്റിസ്റ്റിന്റെ പേരെന്താണ്? നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിന്റെ പേരെന്താ? ആൽഫ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം നടത്തിയോ? അപ്പൊ ആൽഫ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. നടത്തി നമ്മൾ പഠിക്കും. ആ എക്സ്പെരിമെന്റിനെ കുറിച്ച് നമുക്കൊന്ന് വിശാലമായി, ഞാൻ അതിന്റെ ഒരു പിക്ചറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് +1 NCERT-ന്ന്. അതിനെക്കുറിച്ച് നമുക്ക് വിശാലമായി പഠിക്കാം. തൽക്കാലം അവിടെ നിൽക്കട്ടെ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പ്രോട്ടോണിന്റെ ചരിത്രം പഠിക്കുമ്പോൾ 1886 ആറ്റത്തിനുള്ളിൽ എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്ന് ഗോൾഡ്സ്റ്റെയിൻ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ? എന്നാൽ ആ പറഞ്ഞ കാര്യം പിന്നെ അദ്ദേഹം പോയി ആ 886 പറഞ്ഞ കാര്യം ശരിയാണോ തെറ്റാണോ എങ്കിൽ എങ്ങനെ എന്ന് പഠിക്കാൻ 911 വർഷം നോക്കിക്കോണേ. 911 ആര് വരുന്നു? ഏണസ്റ്റ് റൂദർഫോർഡ്. അദ്ദേഹത്തിന്റെ പരീക്ഷണത്തിന്റെ പേരെന്താ? ആൽഫ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതുവഴി അദ്ദേഹം ചെക്ക് ചെയ്യണം, ഇസ് ഇറ്റ് എ ട്രൂ ഓർ ഫാൾസ്. അദ്ദേഹം ചെക്ക് ചെയ്തു, ഉറപ്പിക്കുന്നു ശരിയാണ്. എന്നിട്ട് പറയുന്നു ഗോൾഡ്സ്റ്റെയിൻ പറഞ്ഞ കാര്യം ശരിയാണ്. അങ്ങനെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അതിന്റെ പേരെന്താ? പ്രോട്ടോൺ. അതിന്റെ പേര് പറഞ്ഞു, ചാർജ് പറഞ്ഞു, മാസ് പറഞ്ഞു. അങ്ങനെ പ്രോട്ടോണിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ച് പേരുൾപ്പെടെ കൊടുക്കുന്ന ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. അതുകൊണ്ടാണ് നമ്മൾ പ്രോട്ടോണിന്റെ പിതാവായിട്ട് ആരെ പരിഗണിക്കുന്നത്? ഏണസ്റ്റ് റൂദർഫോർഡ്. എന്നാൽ ഫസ്റ്റ് സയന്റിസ്റ്റ് ഹു പ്രെഡിക്റ്റ് അബൌട്ട് ദി പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് എന്ന് ചോദിച്ചാലോ, അതാരാ? അത് 1886 ഗോൾഡ്സ്റ്റെയിൻ. ക്ലിയർ ആണ്? അവിടെ നിൽക്കട്ടെ. എക്സ്പെരിമെന്റ് നമുക്ക് ഡീറ്റെയിൽ ആയി പഠിക്കാനുണ്ട്. 2 എക്സ്പെരിമെന്റ്. ഗോൾഡ്സ്റ്റെയിന്റെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് പഠിക്കാനുണ്ട്. അപ്പൊ പഠിക്കാൻ പോവാ. ശേഷം ആൽഫ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് വിശാലമായി പഠിക്കാനുണ്ട്. പഠിക്കാൻ പോവാം. ഓക്കെ അല്ലേ? അതിന് മുന്നേ ബാക്കി പോയിന്റ് പറഞ്ഞ് എന്ത് ചെയ്യട്ടെ? ബോളിലേക്ക് നോക്കിക്കോണേ. ബോർഡിൽ എത്ര എഴുതി വായിച്ചോട്ടെ. നോക്കൂ, ആദ്യ പോയിന്റ് വായിച്ചേ. ഗോൾഡ്സ്റ്റെയിൻ മോഡിഫൈഡ് ദി ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ശരിയാണ്, കണ്ടു. എന്നാൽ പ്രോട്ടോണിന്റെ പിതാവായി കരുതപ്പെടുന്നു ഏണസ്റ്റ് റൂദർഫോർഡ്, കണ്ടു. 920 പ്രോട്ടോണിനെ കണ്ടുപിടിക്കുന്നത്. മറന്നു പോകരുത്, പ്രോട്ടോണുമായി ബന്ധപ്പെട്ട പരീക്ഷണത്തിന്റെ പേര് ഒന്നുകൂടെ ആൽഫ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അത് 911. അവിടുന്ന് 9 വർഷം കഴിഞ്ഞിട്ടാണ് പ്രോട്ടോണിന്റെ ഡിസ്കവറി. 920 നെക്സ്റ്റ് പോസിറ്റീവ് ചാർജ് പ്രസൻസ് ഇൻ ആൻ ആറ്റം. ഗോൾഡ്സ്റ്റെയിൻ 1886 കണ്ടിരുന്നു. ഇനി പ്രോട്ടോണിനെ കണ്ടുപിടിച്ച വർഷം കണ്ടിരുന്നു. ഒന്നുകൂടെ എഴുതിയെന്നേ ഉള്ളു, 920. അപ്പൊ അവിടെ പ്രോട്ടോണുമായിട്ട് എന്താണ് ഗോൾഡ്സ്റ്റെയിന് ബന്ധം, എന്താണ് ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ബന്ധം എന്ന് മനസ്സിലായി. ഇനി അടുത്ത പോയിന്റ് വീണ്ടും മുകളിലേക്ക് നോക്കി. ഈ പ്രോട്ടോണിന്റെ മാസ്, നമ്മൾ ഇന്നലെ ഇലക്ട്രോണിന്റെ മാസ് പഠിച്ചില്ലേ? ആ ബോർഡ് വായിച്ചോട്ടെ. ബോർഡ് കംപ്ലീറ്റ് വായിക്കട്ടെ. പ്രോട്ടോണിന്റെ മാസ് പഠിച്ച പോലെ നമ്മൾ ഇലക്ട്രോണിന്റെ മാസ് പഠിച്ചു. ഒന്ന് ബോർഡിൽ ഇലക്ട്രോണിന്റെ മാസ് ഇന്നലെ പഠിച്ചു. എങ്കിൽ പ്രോട്ടോണിന്റെ മാസ് നോക്കണേ. 1 ഇതാ നോക്ക്, 10ന്റെ പവർ വെച്ച് നോക്ക്. 1.67 × 10⁻⁻27. 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്തേ. -27 kg ആണ്. ഗ്രാമിൽ കൺവേർട്ട് ചെയ്തേ. 1.67 × 10⁻⁻24. ക്ലിയർ അല്ലേ? അപ്പോൾ പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ 1.67 × 10⁻⁻27 kg. ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.67 × 10⁻⁻24. കിട്ടിയായിരുന്നു? കിലോഗ്രാമിലും ഗ്രാമിലും ഒക്കെയാണോ? പ്രോട്ടോണിന്റെ മാസ് കിലോഗ്രാമിൽ 1.67 × 10⁻⁻27 kg. ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.67 × 10⁻⁻24. 10ന്റെ പവർ നോക്കുക, മൈനസ് ഉണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു 10ന്റെ പവർ വരുന്ന സമയത്ത് നിങ്ങൾ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്രമേ എങ്ങനെ വരൂ, 10ന്റെ പവറിലേക്ക് ഫോക്കസ് ചെയ്യുക. 4 ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിലും പ്രസ്താവന ചോദ്യം കൊടുത്താലും 10ന്റെ പവർ ഹൈലൈറ്റ് ചെയ്യുക, മൈനസ് അതുപോലെ കൊടുത്തേക്കണം. കിലോഗ്രാമിൽ 10⁻⁻27 kg, ഗ്രാമിൽ 10⁻⁻24. വീണ്ടും മുന്നോട്ട് നമ്മൾ കുറച്ചു മുന്നേ കണ്ടിരുന്നു പ്രോട്ടോൺ ഒരു പോസിറ്റീവ് ചാർജ് ആണെന്ന് കണ്ടിരുന്നു. അതിന്റെ മൂല്യം എങ്ങനെ വരും? വാല്യൂ മുകളിലേക്ക് നോക്കിയേ. 1 നോക്കണേ. 1.67 നോക്കണേ. 1.67 അല്ലെങ്കിൽ 67 വേണ്ട. 1.6 × 10⁻⁻19. 10ന്റെ പവർ നോക്കിക്കോണേ. നമ്മൾ ഇന്നലെ ഇതിന് സമാനമായി മറ്റൊരു വാല്യൂ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? എത്രയായിരുന്നു ഇലക്ട്രോണിന്റെ ചാർജിന്റെ വാല്യൂ? ഓർക്കുന്നുണ്ടോ? ഇലക്ട്രോൺ ചാർജ് വാല്യൂ എങ്ങനെ വരും? -1. തുടക്കത്തിൽ മൈനസ് ഉണ്ട്. -1.6 × 10⁻⁻19 കൂളോം. ഇന്നലെ എഴുതിയായിട്ട് ഓർക്കുന്നുണ്ടോ? അവിടെ എന്താ സ്പെഷ്യാലിറ്റി? തുടക്കത്തിൽ ഒരു മൈനസ് ഉണ്ട്. ബാക്കി 10ന്റെ പവർ 10⁻⁻19. ഇവിടെ എന്താ വ്യത്യാസം? തുടക്കത്തിലെ മൈനസ് മാറ്റി പ്ലസ് ആയെന്നേ ഉള്ളൂ. തുടക്കത്തിലെ മൈനസ് മാറി പ്ലസ് ആയെന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം പഴയ പോലെ. നിങ്ങൾ ഇലക്ട്രോണിനെ എടുത്താലും ശരി, പ്രോട്ടോണിനെ എടുത്താലും ശരി, രണ്ടു പേർക്കും 10ന്റെ പവർ 10⁻⁻19 കൂളുമ്പാണ്.
അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. മാച്ച് ദി ഫോളോയിങ് ചോദിക്കും ചോദ്യങ്ങളിൽ, മാച്ച് ദി ഫോളോയിങ് ചോദിക്കാം കേട്ടോ. 4 വാല്യൂസ് കൊടുത്തിട്ട് അതിന്റെ മാച്ച് ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ മാച്ച് ദി ഫോളോയിങ് ചോദിക്കാം. നോക്കണേ, ഇലക്ട്രോണും പ്രോട്ടോണും തമ്മിലുള്ള വ്യത്യാസം, സൈനിന്റെ വ്യത്യാസം, അത് തുടക്കത്തിലേ ഉള്ളൂ. നിങ്ങൾ ഈ പോസിറ്റീവ് പ്രോട്ടോണിന് പോസിറ്റീവ് ആക്കാൻ പറഞ്ഞാൽ എല്ലായിടത്തും കൊണ്ട് പോസിറ്റീവ് ആക്കരുത്. ആ 10ന്റെ പവറിൽ ഒന്നും ചെയ്യണ്ട. പ്രോട്ടോൺ എടുത്താലും ഇലക്ട്രോൺ എടുത്താലും രണ്ടുപേർക്കും 10ന്റെ പവർ എത്ര? 10⁻⁻19 കൂളുംബാണ്. ക്ലിയർ ആണോ? എഴുതി മാറ്റിയായിരുന്നോ? ഓക്കെ അല്ലേ? ഇനി പ്രോട്ടോണിന് +1.6 × 10⁻⁻19 കൂളുംബ് ആകുമ്പോൾ ഇലക്ട്രോണിനോ -1.6 × 10⁻⁻19. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ് പറഞ്ഞോട്ടെ. ഓക്കെ, റൈറ്റ്, ക്ലിയർ. ദിവ്യ ഓക്കെയാണ്, പാർവതി ഓക്കെയാണ്. എല്ലാവരും ഒന്ന് ക്ലാസ്സിൽ S1 ഇടുക. 33 പേരുണ്ട്, എല്ലാവരും S1 ഇടുക. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. ഞാൻ ആവശ്യമുള്ള പോയിന്റ് എഴുതി മാറ്റിക്കോണേ, മുന്നോട്ട് പോകാമല്ലോ. ഈ സ്ലൈഡ് മാറ്റാലോ ഇനി. അടുത്ത സ്ലൈഡ് എടുത്തോട്ടെ. ഇവിടെ 10ന്റെ പവർ എല്ലായിടത്തും നോക്കിക്കോണേ. പ്രോട്ടോണിന്റെ മാസ് കൃത്യമായിട്ട് പരിശോധിക്കുക, പ്രോട്ടോണിന്റെ ചാർജ് കൃത്യമായിട്ട് പരിശോധിക്കുക, ചാർജുമായി ബന്ധപ്പെട്ട 10ന്റെ പവർ കൃത്യമായിട്ട് പരിശോധിക്കുക. അവിടെ എല്ലാം മാച്ച് ദി ഫോളോയിങ്ങിന്റെ ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്. ക്ലിയർ അല്ലേ? മുന്നോട്ട് പോയിക്കോട്ടെ. ശരി, അടുത്ത പറയുന്നു. ഇതാ പുള്ളിലേക്ക് നോക്കിയിടേ. അപ്പൊ ആ ഒരു 1 വേഡ് പോയിന്റ് എല്ലാം ഓക്കെ അല്ലേ? ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ നമ്മുടെ എക്സ്പെരിമെന്റിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഗോൾഡ് സ്റ്റെയിൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു കാഥോഡ് റേ എക്സ്പെരിമെന്റ് ചെയ്തു അല്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കാം. ടെക്സ്റ്റ് ബുക്കിലെ ലൈൻസ് അതുപോലും എടുത്തിരിക്കുകയാണ്. നോക്കി, ഗോൾഡ്സ്റ്റെയിൻ മോഡിഫൈഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ്. ക്ലിയർ, കണ്ടിരുന്നു. Goldstein modified discharge tube experiment by perforator with small holes at cathode. After evacuating the tube, on applying the high voltage, he found that some rays were emitting behind the cathode, moving in the opposite direction of cathode rays. Clear? Paranjara. These rays are deflected to the negative plate of electric field, so they carry positive charge and were called anode rays or canal rays. These carry positive charge and were called anode rays or canal rays. അപ്പൊ അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ആനോഡ് റേസിനെ മറ്റൊരു പേര് വിളിക്കും കനാൽ റേസ്. കാഥോഡ് റേ വേറെ, കനാൽ റേസ് വേറെ. NCERT ടെക്സ്റ്റ് ബുക്കിലെ ലൈനിങ് അതുപോലെ കോപ്പി പേസ്റ്റ് നോക്കണേ. ഈ ലാസ്റ്റ് മഞ്ഞ അടിച്ചേക്കുന്ന മാത്രം നോക്കിയാലും മതി. നോക്കൂ, ഞാൻ ആദ്യം പറഞ്ഞു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും കേട്ടോ. Goldstein modified discharge tube experiment to find the presence of positive charge. സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? കറക്റ്റ് ആണ്. പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ ഗോൾഡ്സ്റ്റെയിൻ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് മോഡിഫൈ ചെയ്തു. നേരത്തെ നമ്മുടെ തോംസൺ പറഞ്ഞു വെച്ചില്ലേ? തോംസൺ പറഞ്ഞു വെച്ച ആ എക്സ്പെരിമെന്റ് ഒന്ന് മോഡിഫൈ ചെയ്തു. ക്ലിയർ അല്ലേ? ഒന്ന് മോഡിഫൈ ചെയ്ത് ഗോൾഡ്സ്റ്റെയിൻ എന്ത് ചെയ്തു? പ്രോട്ടോണിന്റെ സാന്നിധ്യം തെളിയിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് പേരൊന്നും അറിയില്ല, ജസ്റ്റ് പോസിറ്റീവ് ആണ്, അത്ര അറിയുന്നുള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെ അദ്ദേഹം നോക്കിയ സമയത്ത് ആ എക്സ്പെരിമെന്റ് സെറ്റപ്പ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാനത് കാണിക്കാം. ഓക്കെ, സ്ലൈഡ് മാറ്റാൻ പാടാണ്, ഞാനത് കാണിക്കാം. അപ്പൊ മനസ്സിലേക്ക് ആലോചിക്കാം. നമ്മൾ ഇന്നലെ ഒന്ന് വരച്ചു കാണിക്കാം. നമ്മൾ ഇന്നലെ ഇലക്ട്രോഡ് വരച്ചില്ലായിരുന്നോ? അതാ നോക്കൂ, ഇന്നലെ നമ്മൾ ഇലക്ട്രോഡ് വരച്ചിരുന്നു അല്ലേ? ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് എന്നും പറഞ്ഞ് ഇലക്ട്രോഡൊക്കെ വരച്ചിരുന്നു. അപ്പൊ അതിനകത്ത് കുറെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഒക്കെ മാറ്റം വരുത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇന്നലെ കാഥോഡ് റേസ് പോയ വഴിയില്ലേ, ഇന്നലെ കാഥോഡ് റേസ് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് പോയില്ലേ? അപ്പൊ തിരിച്ച് ഇന്നലെ കാഥോഡ് റേസ് എങ്ങനെയാണോ സഞ്ചരിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു റേസിനെ കാണാൻ കഴിയും. അപ്പൊ ഇന്നലെ തോംസൺ ചെയ്ത എക്സ്പെരിമെന്റിനകത്ത് ആ കാഥോഡ് റേസ് എങ്ങനെയാണോ സഞ്ചരിച്ചത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മറ്റൊരു റേസ് പോകുന്നതായിട്ട് ഗോൾഡ്സ്റ്റെയിന് ഫീൽ ചെയ്തു. അദ്ദേഹം ആ റേസിന്റെ നോക്കിയപ്പോൾ, അദ്ദേഹം അതിന്റെ ചാർജ് നോക്കിയപ്പോൾ പോസിറ്റീവ്. ഇന്നലെ പോയ ആൾക്ക് നെഗറ്റീവ് ആയിരുന്നു, അത് ഇലക്ട്രോൺ ആയിരുന്നു. ഇന്ന് പോയ ആൾ പോസിറ്റീവ് ചാർജ് കാണിക്കുന്നു. ഇതാ നോക്കൂ, ലാസ്റ്റ് ലൈൻ നോക്കി, ദേ ക്യാരി പോസിറ്റീവ് ചാർജ് ആൻഡ് വേർ കോൾഡ് ആനോഡ് റേസ്. പോസിറ്റീവ് കാണിച്ചിട്ടുള്ളതിന്റെ അർത്ഥം എന്താ? ആനോഡ് റേസ് ആണ്, ഒരു കനാൽ റേസ്. കിട്ടിയോ? അപ്പൊ ആനോഡ് റേസ് ഈസ് ഓൾസോ കോൾഡ് അനദർ നെയിം, ഇറ്റ് ഈസ് കോൾഡ് കനാൽ റേസ്. ഇറ്റ് കനോട്ട് കൺഫ്യൂസ്ഡ് വിത്ത് കാഥോഡ് റേസ്. കാഥോഡ് റേസ് വേറെ, കനാൽ റേസ് വേറെ. കാഥോഡ് റേസിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. കനാൽ റേസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. കനാൽ റേസ് ആരാ? ആനോഡ്. അപ്പൊ കനാൽ റേസും ആനോഡും ഒന്നാണോ? അതെ. സ്റ്റേറ്റ്മെന്റ് കൊടുക്കും, കൺഫ്യൂഷൻ ആകരുത്. കനാൽ റേസും ആനോഡ് ഒന്നാണ്, രണ്ടും പോസിറ്റീവ് ആണ്. എന്നാൽ കാഥോഡ് എന്ന് ഇന്നലെ നമ്മൾ കണ്ടു, കാഥോഡ് റേ അല്ലെങ്കിൽ കാഥോഡ് റേസിന്റെ കേസ് നമ്മൾ കണ്ടു, അതെന്താ? അത് നെഗറ്റീവ് ആണ്. ക്ലിയർ അല്ലേ? വലിയ കുഴപ്പം വരാൻ സാധ്യതയില്ല. ഇവിടെ ഈ മഞ്ഞ അടിച്ചേക്കുന്ന 2 പോയിന്റ് ചെക്ക് ചെയ്യുക. ഒന്ന്, ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് മോഡിഫൈ ചെയ്തു. 2, ആനോഡ് അല്ലെങ്കിൽ കനാൽ റേസ്. പൊക്കോട്ടെ, വലിയ പാടില്ല അവിടെ. സോ അടുത്ത പറയുന്നു, ആ എക്സ്പെരിമെന്റിന്റെ സമ്മറി നമുക്ക് നോക്കണം. ഇന്നലെ കണ്ട പോലെ തന്നെ ഇതാണ് സംഭവം. കണ്ട
ഇതാണ് നമ്മുടെ കണ്ടോ, നമ്മൾ ഇന്നലെ വരച്ച കാതോട് ഓർക്കുന്നുണ്ടോ? ഇത് ടെക്സ്റ്റ് ബുക്കിലെ അടിച്ചു മാറ്റി കട്ട് ചെയ്ത് വെച്ചിരിക്കണുണ്ടോ? ഇന്നലെ വരച്ച കാതോട് റേസ് നമ്മളെ പ്ലേറ്റ് വരച്ചില്ലായിരുന്നു അല്ലേ, ആനോട് റേസ് കണ്ട. അപ്പൊ അദ്ദേഹം ആ ഒരു സെറ്റപ്പിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഈ കാതോടിനകത്ത് ഹോൾ ഇടുന്ന കണ്ട. ഇത് ഇന്നലെ കണ്ടില്ല, ഇത് ഇന്ന് ചെയ്ത പരിപാടിയാണ്, ഗോൾഡ് ഷെയിൻ ചെയ്ത പരിപാടിയാണ്. അദ്ദേഹം ഈ കാതോടിനകത്ത് ഹോൾ ഇട്ടേ കണ്ടോ, അദ്ദേഹം ഈ കാതോടിന്റെ പ്ലേറ്റിനകത്ത് ഹോൾ ഇട്ടു, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, പെർഫോറേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാതോടിൽ ഹോൾ ഇട്ട് നോക്കിയിട്ട് ഇവിടുന്ന് ഹൈ വോൾട്ടേജ് കൊടുത്തു, വീണ്ടും പഴയ പോലെ അദ്ദേഹം ഹൈ വോൾട്ടേജ് കൊടുത്തു. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയപ്പോഴേക്ക് അങ്ങോട്ട് പോകുന്ന റേസിന് ഓപ്പോസിറ്റ് ഈ കാതോടിന്റെ പുറകിൽ നിന്ന് കുറെ ആൾക്കാർ അങ്ങോട്ട് പോകുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു, കാതോടിൽ നിന്ന് ആനോഡിലേക്കായിരുന്നു ആര് പൊയ്ക്കൊണ്ടിരുന്നത്, ഇന്നലെ കണ്ട ഇലക്ട്രോണുകളുടെ ചലനം. ഇവിടെ നോക്കിയപ്പോൾ തിരിച്ചു പോന്നു. അതായത് ഈ ഹോളിട്ട ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കുറെ ആൾക്കാർ. ദിസ് ഇസ് കോൾഡ് ആനോഡ് റേസ് കണ്ടോ, ഓർ ഇറ്റ് ഈസ് കോൾഡ് കനാൽ റേസ്. കിട്ടിയായിരുന്നോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അല്ലെങ്കിൽ അതിന് എന്ത് പേര് കൊടുത്തു? ഇറ്റ് ഈസ് പോസിറ്റീവ് ചാർജ്. ഈ പോസിറ്റീവ് ചാർജ് ആണ് പിൽക്കാലത്ത് ആരായിട്ട് മാറിയത്? ഇറ്റ് വിൽ ഇവാലു അല്ലെങ്കിൽ ഇറ്റ് വിൽ എന്താ പറയുക, അത് ആരായിട്ട് ഇവോൾവ് ചെയ്തു? ഈ പോസിറ്റീവ് റേസ് ആർ ഇവോൾവ്ഡ് അറ്റ് എ പ്രോട്ടോൺ. ഇവോൾവിന് സഹായിച്ചതാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ബൈ ആൻ എക്സ്പെരിമെന്റ് ഈസ് കോൾഡ് ആൽഫ റേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഡൺ അറ്റ് 1911. അത്രയും ഓക്കെ ആണോടെ? ക്ലിയർ ആണോ? മനസ്സിലായിട്ടുണ്ടോ? എക്സ്പെരിമെന്റ് സെറ്റപ്പിന്റെ ഏകദേശം ഐഡിയ കിട്ടിയാൽ മതി. കാതൂർ റേസിൽ ഹോൾ ഇട്ടു ആര്? നമ്മുടെ ഗോൾഡ് ഷെയിൻ. ഹോൾ ഇട്ടിട്ട് ഹൈ വോൾട്ടേജ് കൊടുത്തപ്പോൾ അങ്ങോട്ട് റേസ് പോന്നു. ആ റേസിനെ നോക്കിയപ്പോൾ ഇന്നലെ തോംസൺ പറഞ്ഞ ആ നെഗറ്റീവ് ചാർജ് പോയ വഴിക്ക് നേരെ ഓപ്പോസിറ്റ് റേസ്, അതിന് പേര് കൊടുത്തു ആനോഡ് റേസ്, അല്ലെങ്കിൽ വിളിപ്പേരെന്ത്? കനാൽ റേസ്. കനാൽ റേസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ്. ഈ പോസിറ്റീവ് ചാർജ് പിൽക്കാലത്ത് എന്താ ഇവോൾവ് ചെയ്യുന്നു? ദിസ് കനാൽ റേസ് വാസ് ഇവോൾവ്ഡ് ആസ് എ പ്രോട്ടോൺ on the period of Ernest Rutherford by the experiment is called alpha ray gold foil scattering experiment. വലിയ പാടില്ല, മുന്നോട്ട് പൊക്കോട്ടെ. ക്ലിയർ പിക്ചർ ഓക്കെ ആണ്. സോ മുന്നോട്ട് പോകുന്നു. നോക്കൂ, വീണ്ടും നമ്മുടെ ഇന്നത്തെ സെയിം സിറ്റുവേഷൻ. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെയാണ് കുറച്ച് കട്ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വീണ്ടും നമ്മൾ പോയിന്റ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. നോക്കി വായിച്ചു. പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേസ്. കനാൽ റേസ് ആരാ? പോസിറ്റീവ്. അപ്പൊ കനാൽ റേസ്, അപ്പൊ കനാലും കാതോടും തമ്മിൽ തിരിയരുത്. പ്രോപ്പർട്ടീസ് ഓഫ് കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് വായിച്ചയുടെ ദേ ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രസന്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ ഇന്നലെ പറഞ്ഞെന്താ, ഇന്ന് പറഞ്ഞെന്താ നോക്ക്. ദേ ഡിപ്പെൻഡ്, ആര്? Canal rays depend on the nature of the gas present in the cathode ray tube. These are positively charged gaseous ions. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റിൽ നമ്മൾ ഇന്നലെ പഠിപ്പിച്ചിരുന്നു. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, അതായത് കാഥോഡ് റേസ് ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നായിരുന്നു. കാഥോഡ് റേസ് ഗ്യാസിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തോ? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. ഇന്നലെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ലാസ്റ്റ് പറഞ്ഞിരുന്നു, ശരിയല്ലേ? പ്രസ്താവനയിലും പറഞ്ഞിരുന്നു കാഥോഡ് റേസ് ഗ്യാസിന്റെ പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്തോ? ഇല്ല. ഇന്നലെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നിങ്ങൾ ഏത് മെറ്റീരിയൽ കൊണ്ടാണോ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇലക്ട്രോഡ്, ആനോഡ് ഇലക്ട്രോഡും കാഥോഡ് ഇലക്ട്രോഡും ഏത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് പ്രശ്നമല്ല. അതിനകത്ത് ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഇവിടെ പ്രശ്നമല്ല. ആ ഗ്യാസ് ഒന്നും ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല, നെഗറ്റീവ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇവിടെ കണ്ടോ, സംഭവം നേരെ തിരിഞ്ഞു. കാരണം ദേ ഡിപ്പെൻഡ്, അതായത് ആനോഡ് റേസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് പ്രസന്റ് ഇൻ. നിങ്ങൾ അതിൽ ആ ഗ്ലാസ് ട്യൂബിനകത്ത് ഫില്ല് ചെയ്യുന്ന ഗ്യാസ് ഏതാണോ അതിന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് ഇതിന്റെ പവറുകൾ മാറാം, സ്പീഡ് കൂടാം, പവർ മാറാം. ഓക്കെ അല്ലേ? അടുത്ത പോയിന്റ്, ദീസ് ആർ പോസിറ്റീവ് ചാർജ് ഗേഷ്യസ്. ശരിയാണ്, പോസിറ്റീവ് ചാർജ് ആണ്, നമ്മൾ കണ്ടു. അടുത്ത പോയിന്റ്, ദി ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ആനോഡ് റേസ് ഡിപ്പെൻഡ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ്. ക്ലിയർ അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മാറും. കാരണം നമ്മൾ കൊടുക്കുന്ന ഗ്യാസിന് പവർ കൂടും തോറും വരുന്ന പോസിറ്റീവ് ചാർജിന് പവർ കൂടും, അതിന്റെ മാസ് മാറാം, മാസിൽ വേരിയേഷൻ വരാം. ക്ലിയർ അല്ലേ? റൈറ്റ് ആണ്. അടുത്ത പോയിന്റ്, സം ഓഫ് ദി പോസിറ്റീവ് ചാർജ് പാർട്ടിക്കിൾസ് ആർ ക്യാരി മൾട്ടിപ്പിൾ ഓഫ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ചാർജിന്റെ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, മാസ് കൂടും. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പവർ കൂടും തോറും അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോസിറ്റീവ് ചാർജിന്റെ മാസ് തീർച്ചയായിട്ടും കൂടിയിരിക്കും. അത്രയും ഉദ്ദേശിക്കുന്നു. ക്ലിയർ അല്ലേ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഫസ്റ്റും രണ്ടും. ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് സ്റ്റാർ ചെയ്യുക. പ്രസ്താവന നീറ്റ് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. ക്ലിയർ അല്ലേ? സോ മുന്നോട്ട് പോയിക്കോട്ടെ, വലിയ പാടില്ലല്ലോ, വായിച്ചോട്ടെ. ക്ലിയർ? നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? എന്താണ് ഇതിന്റെ അവസ്ഥ? നോട്ട് എഴുതുകയാണോ? എന്താണ് അവസ്ഥ? ഇന്നലെ ഞാൻ ചോദിക്കാൻ മറന്നുപോയി, ഇന്നാ ആലോചിച്ചു. നിങ്ങൾ നോട്ട് ശരിക്കും എഴുതുവാണോ അതോ എന്താണ് അവസ്ഥ? നോട്ട് എഴുതുന്നുണ്ടോ അതോ കേട്ട് റഫായിട്ട് എഴുതുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ സംഭവം? ലെക്ചർ നോട്ട്സ് എഴുതുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. ഓക്കെയാണ്. അപ്പൊ സമയം കിട്ടുന്നുണ്ടോ എഴുതിയെടുക്കാൻ? സമയം കിട്ടുന്നുണ്ടോ? കുഴപ്പമില്ലല്ലേ?
ഓക്കെ, എവിടെയെങ്കിലും ഒരു സമയം വേണമെങ്കിൽ പറഞ്ഞാൽ മതി, സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഓളത്തിൽ പറഞ്ഞു പോവാണ്. അപ്പൊ അത് എഴുതി വെക്കാൻ സമയം കിട്ടുന്നുള്ളൂ അല്ലേ? ശരി ശരി, എന്തെങ്കിലും എവിടെയെങ്കിലും സ്റ്റക്ക് ആവണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ, ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് പറഞ്ഞാൽ മതി ദിവ്യ. അത് എക്സിറ്റ് ആവാൻ കാരണം ദേവിക്ക് അവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണ്. അതായിരിക്കണം, വേറെ ടെക്നിക്കൽ ഇഷ്യൂ ഒന്നും വേറെ ആരും റിപ്പോർട്ട് ചെയ്തില്ല കേട്ടോ. അത് എക്സിറ്റ് ആവാൻ കാരണം മിക്കവാറും റേഞ്ചിന്റെ ഇഷ്യൂ ആവണം. ഇന്നലെ പ്രശ്നം ഉണ്ടായിരുന്നോ? ഇന്നലെ ദിവ്യ ഇല്ലായിരുന്നു അല്ലേ ക്ലാസ്സിൽ? ശരി, വന്നേ, തിരിച്ചു വന്നപ്പോ ഇത്രയും പോയിന്റ് ഞാൻ വായിക്കുകയാണേ. ക്ലിയർ ക്ലിയർ, മുന്നോട്ട് പോയിക്കോട്ടെ. അടുത്ത വായിച്ചേ അടുത്ത പോയിന്റ് വായിച്ചേ. നോക്കൂ, ദേ ആൾസോ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ. അവർ സ്ട്രേറ്റ് ലൈൻ തന്നെ ട്രാവൽ ചെയ്യും. നമ്മൾ ഇന്നലെ സമാനമായ സിറ്റുവേഷൻ കണ്ടിരുന്നു. ദേ ആൾസോ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞിരുന്നു. ക്ലിയർ ആണ്. ദേ ആൾസോ ട്രാവൽ ഇൻ സ്ട്രേറ്റ് ലൈൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഓർ സെയിം സിറ്റുവേഷൻ, സെയിം ആസ് ഇൻ കാഥോഡ് റേസ്. നമ്മൾ കാഥോഡ് റേസിലും കണ്ടിരുന്നു. അവര് പ്രത്യേകിച്ച് ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും ഇല്ലെങ്കിൽ അവർ സ്ട്രേറ്റ് ലൈനിൽ പൊക്കോളും, ഡിഫ്ലക്ട് ചെയ്യില്ല. അടുത്ത പോയിന്റ്, ദി ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇൻ ദി മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് ക്ലിയർ കട്ട്. ഇന്നലെ പറഞ്ഞ സെയിം പോയിന്റ് തന്നെയാണ്. നമ്മള് ആബ്സെൻസോ പ്രത്യേകിച്ച് പുറമേ ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കാഥോഡ് റേസ് പോയ പോലെ തന്നെ ആനോഡ് റേസും പോവും. നോ, പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല. ഇനി ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ കൊടുക്കുകയാണെങ്കിൽ, ഇന്നലെ കാഥോഡ് റേസിൽ ഡിഫ്ലക്ഷൻ കാണിച്ചിരുന്നു അല്ലെ? ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഡീവിയേഷനും ഡിഫ്ലക്ഷനും വൈബ്രേഷനും ആര് കാണിച്ചു? ഇന്നലെ കാഥോഡ് റേസ് കാണിച്ചു. എന്താണോ കാഥോഡ് റേസ് കാണിച്ചത് അതിന് ഓപ്പോസിറ്റ് വൈബ്രേഷൻ ആര് കാണിക്കും? ആനോഡ് റേസ് കാണിക്കും. അത്രേ ഉള്ളൂ. അതങ്ങനല്ലേ വരൂ, കാരണം അത് നെഗറ്റീവ് ഇത് പോസിറ്റീവാ, പക്ഷെ റിഫ്ലക്ഷൻ കാണിക്കും. ക്ലിയർ, അത് മതി. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ അവിടെ ഒരു സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, കാഥോഡ് റേസ് തെക്കോട്ട് പോയെങ്കിൽ അയാൾ വടക്കോട്ടേക്ക് പോകും. അയാൾ പോയതിന് ഓപ്പോസിറ്റ് ഇയാൾ പോകും. അയാൾ ചെയ്തതിന് ഓപ്പോസിറ്റ് ഡിഫ്ലക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഓക്കെ, ഡിഫ്ലക്ട് ചെയ്യും, കുഴപ്പമില്ല. നോക്കൂ, ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്ട്, ക്യാൻ ഡു മെക്കാനിക്കൽ വർക്ക്. ഒരു ഹീറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അങ്ങനൊരു കാര്യമുണ്ട്, ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്ട്. ഈ കടന്നു പോകുന്ന പോസിറ്റീവ് ചാർജിന് ഒരു പവർ ഉണ്ട്, ഭയങ്കര ടെമ്പറേച്ചർ ആയിരിക്കും. പോകുന്ന വഴിക്ക് നല്ല ടെമ്പറേച്ചർ പ്രൊഡ്യൂസ് ചെയ്യും. നോക്കിയില്ലേ, അങ്ങനെ ഒരു കാര്യമാണ്. അപ്പൊ ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്ട് ആൻഡ് ക്യാൻ ഡു മെക്കാനിക്കൽ വർക്ക്. അപ്പൊ ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ് എഫക്ട്, ആ ഹീറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ക്ലിയർ അല്ലേ? അടുത്ത പോയിന്റ്, ദേ ആർ ഇൻവിസിബിൾ ആൻഡ് ക്യാൻ ബി ഒബ്സർവ്. അത് നമുക്ക് ഇന്നലെ പഠിപ്പിച്ച പോയിന്റ്. നോ ഇഷ്യൂ, അവരെ കാണാൻ കഴിയില്ല. ശരിയാണ്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് അവരെ കാണാൻ കഴിയില്ല. അവരെ കാണാൻ നമ്മൾ എങ്ങനെ അത് ഫീൽ ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇവരെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ ഗ്ലാസിന് ചുറ്റും ഒരു കോട്ടിംഗ് ഉണ്ട്. ഒരു ഫോട്ടോ ഇലക്ട്രിക് ഒരു അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, ഒരു ഫ്ലൂറസെന്റ് കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിങ്ങിലേക്ക് ഇത് വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇന്നലെ പഠിപ്പിച്ച പോയിന്റ് ആണ്. സെയിം പോയിന്റ് ഇന്നലെ കാഥോഡ് റേസിൽ പറഞ്ഞിരുന്നത്. ഓക്കെ അല്ലേ? കഴിഞ്ഞു 7 പോയിന്റ് അല്ലേ? അപ്പൊ ഇന്നലെ പഠിപ്പിച്ച പോയിന്റുകൾ, അതേ പോയിന്റുകൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ പോയിന്റ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ആനോഡ് റേസിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകൾ കൃത്യമായി ശ്രദ്ധിക്കുക. ഇവിടെ ഇന്നലെ കാഥോഡ് റേസ് നമ്മൾ ഗ്ലാസ് ട്യൂബിനകത്ത് ഫിൽ ചെയ്യുന്ന ഗ്യാസിന്റെ നേച്ചർ പ്രശ്നമല്ലായിരുന്നു. പക്ഷെ ആനോഡ് റേസിന് പ്രശ്നമാണ്. നിങ്ങൾ ഫിൽ ചെയ്യുന്ന ഗ്യാസിന് പവർ കൂടുതലാണെങ്കിൽ പുറത്തേക്ക് വരുന്ന പോസിറ്റീവ് ചാർജിനും പവർ കൂടിയിരിക്കും. അവിടെ ചാർജിന്റെ മാസിന്റെ റേഷ്യോ ഒക്കെ കംപ്ലീറ്റ് മാറിയിരിക്കും. അതുപോലെ തന്നെ ഇന്നലെ കാഥോഡ് റേസ് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്ഷൻ കാണിച്ചു. ഇവിടെയും സെയിം സിറ്റുവേഷൻ ഡിഫ്ലക്ഷൻ കാണിക്കും. പക്ഷെ ഓപ്പോസിറ്റ് ഓഫ് കാഥോഡ് റേസ് പോയ വഴിക്ക് ഓപ്പോസിറ്റ് ആയിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് ദേ ക്യാൻ പ്രൊഡ്യൂസ് ഹീറ്റിംഗ്. ഇന്നലെ നമ്മൾ അങ്ങോട്ട് പോയിന്റ് പറഞ്ഞിട്ടില്ല. ഹീറ്റിംഗ് എഫക്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അങ്ങനെ അങ്ങോട്ട് പവർ ആയി ഇല്ല. നെഗറ്റീവ് ചാർജിന് ഹീറ്റിംഗ് എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞില്ല. പക്ഷെ പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് എ ഹീറ്റിംഗ് എഫക്ട് എന്നൊരു പോയിന്റ് കാണാൻ കഴിയും. ക്ലിയർ അല്ലേ? അപ്പൊ വലിയ കുഴപ്പമില്ലേ? എങ്കിൽ ഇതാ വീണ്ടും മുന്നോട്ട് പോയിക്കോട്ടെ. ക്ലിയർ? അവിടെ എല്ലാ പോയിന്റും നോട്ട് ചെയ്തായിരുന്നോ? വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. മുന്നോട്ട് പോകുന്നു. എങ്കിൽ അടുത്ത പോയിന്റ് നോക്കൂ. ഇന്നലത്തെ വ്യത്യാസമുള്ള പോയിന്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. വേറെ എല്ലാ പോയിന്റും എഴുതേണ്ട ആവശ്യമില്ല. ക്ലിയർ? അടുത്ത പോയിന്റ് നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ചാർജുമായി ബന്ധപ്പെട്ട് കണ്ടിരുന്നു. പോസിറ്റീവ് ചാർജ് ആണെന്ന് കണ്ടിരുന്നു. പ്രോട്ടോണിന്റെ ചാർജ് നമ്മൾ കണ്ടു. ഇനി കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോണിനെ പറ്റി നമ്മളിപ്പം ഗോൾഡ് സ്റ്റെയിന്റെ 1886 എക്സ്പെരിമെന്റ് കണ്ടു. ഇനി ഒരു കാര്യം കാണാനുണ്ട്. അത് നമ്മൾ പോണ വഴിക്കേ കാണും. ആറ്റം മോഡൽസ് പഠിപ്പിക്കും. അവിടെ ഒരു കാര്യം കാണും. അപ്പൊ അവിടെ നിന്ന് പറയും എന്താ അത് നമ്മുടെ എക്സ്പെരിമെന്റ്, ആരുടെ? റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിനെ കുറിച്ച് അവിടെ പറയും കേട്ടോ. ക്ലിയർ? അതായത് റൂദർഫോർഡിന്റെ ആൽഫാറേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ഞാൻ അവിടെ പറഞ്ഞുതരാം. ക്ലിയർ അല്ലേ? റൈറ്റ്. നോക്കുക അടുത്ത പോയിന്റ്.
അടുത്ത ആരാ? ന്യൂട്രോണിനെ പറ്റി ഒന്ന് വായിച്ചേ. ന്യൂട്രോൺസ് വെയർ ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക്ക്. നമ്മൾ 8ാം ക്ലാസ്സിൽ കാണുന്ന പോയിന്റാണ്. ന്യൂട്രോണിനെ കണ്ടുപിടിച്ച ജെയിംസ് ചാഡ്വിക്ക്. കണ്ടുപിടിച്ച വർഷം 1932. എന്നാൽ +2 അല്ലെങ്കിൽ +1 NCERT കാണുന്ന പോയിന്റ് ഒന്നുകൂടെ വായിച്ചേ. ന്യൂട്രോൺസ് വെയർ ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക്ക് ബൈ ബോംബാർഡിംഗ് ദി തിൻ ഷീറ്റ് ഓഫ് ബെറിലിയം ബൈ. ഇതാണ് നോക്കേണ്ട പോയിന്റ്. കേസിന്റെ അല്ലെങ്കിൽ നീറ്റിന്റെ പോയിന്റ് ആണ്. ഈ പോയിന്റ് 8ാം ക്ലാസ്സിൽ ഇല്ല. 11ാം ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ NCERT ഉള്ളി പോയിന്റ്. അപ്പൊ ഒന്ന് വായിച്ചേ. ന്യൂട്രോണിനെ കണ്ടുപിടിച്ച ജെയിംസ് ചാഡ്വിക്ക്, അത് 8ാം ക്ലാസ്. ന്യൂട്രോണിനെ കണ്ടുപിടിച്ച വർഷം 1932, 9ാം ക്ലാസ്. എന്നാൽ +1 പോയിന്റ്. ന്യൂട്രോണിനെ ജെയിംസ് ചാഡ്വിക്ക് എങ്ങനെ കണ്ടുപിടിച്ചത്? ഒരു ബെറിലിയം ഷീറ്റ്. ദാ നോക്കൂ, ഒരു ബെറിലിയം. ആരൊക്കെ തമ്മിൽ മിക്സ് ചെയ്യും? ബെറിലിയം. ദാ നോക്കൂ, ബോംബാർഡിംഗ് തിൻ ഷീറ്റ് ഓഫ് ബെറിലിയം ബൈ ആൽഫ പാർട്ടിക്കിൾസ്. ക്ലിയർ അല്ലേ? അതായത് ഒരു ബെറിലിയത്തിന്റെ ഷീറ്റ് എടുത്തു. ആ ബെറിലിയം ഷീറ്റിൽ ആരെ മിക്സ് ചെയ്യിച്ചു? ആൽഫ പാർട്ടിക്കിൾസിനെ മിക്സ് ചെയ്യിച്ചു. അങ്ങനെ മിക്സ് ചെയ്യിച്ചപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയടേ? ദാ കിടക്കുന്നത് ന്യൂട്രോൺ. ക്ലിയർ അല്ലേ? സ്റ്റേറ്റ്മെന്റ് കൊടുക്കാം, ശരിയോ തെറ്റോ എന്ന് ചോദിക്കാം. ഇതൊരു സ്റ്റേറ്റ്മെന്റ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ്. ന്യൂട്രോണിനെ കണ്ടുപിടിച്ച വർഷം 1932. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ മാച്ച് ചെയ്ത് ഫോളോ ചോദിക്കാം. അടുത്ത പോയിന്റ്, ന്യൂട്രോൺസ് വെയർ ഡിസ്കവേർഡ് ബൈ ജെയിംസ് ചാഡ്വിക്ക് ബൈ ഹൗ? എങ്ങനെയാണ്? ബോംബാർഡിംഗ് തിൻ ഷീറ്റ് ഓഫ് ബെറിലിയം ബൈ ആൽഫ പാർട്ടിക്കിൾസ്. ബെറിലിയം ഷീറ്റിനകത്ത് ആരെ മിക്സ് ചെയ്തു? ആൽഫ പാർട്ടിക്കിൾസിനെ മിക്സ് ചെയ്തു. ശരിയാണോ? ബോംബാർഡ് ചെയ്തു ബെറിലിയം ഷീറ്റിൽ ആൽഫ പാർട്ടിക്കിൾസ്. കഴിഞ്ഞു. ഇനി മാസ് പറഞ്ഞോട്ടെ. നമ്മൾ എത്രയായിരുന്നേ? പ്രോട്ടോണിന്റെ മാസ് എത്ര പറഞ്ഞത്? 1.67 2 ഇൻറ്റു 10⁻⁻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 ⁻
കിലോഗ്രാമിൽ, ഗ്രാമിലേക്ക് വരുമ്പോഴോ 1.67 ഇൻറ്റു 10⁻⁻24 ഗ്രാം ആണ് പ്രോട്ടോൺ എഴുതിയത്. ന്യൂട്രോണിന് ചെറിയൊരു ഡീവിയേഷൻ മാത്രം കൊടുത്താൽ മതി. ഒന്ന് നോക്കിക്കോണേ, 1.676 ഇൻറ്റു 10⁻⁻27. ബാക്കി എല്ലാം പഴയ പോലെ kg ആണ്. കിലോഗ്രാമിൽ 1.676 ഇൻറ്റു 10⁻⁻24 ഗ്രാം. കിട്ടിയായിരുന്നോടെ? കിട്ടിയായിരുന്നോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, എന്താ അവിടെ സ്പെഷ്യാലിറ്റി നോക്കിയേ. ഒരു വ്യത്യാസം. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഒരു പോയിന്റ് പഠിച്ചിരുന്നു. ലാർജസ്റ്റ് പാർട്ടിക്കിൾ ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിൽ ഏറ്റവും വലിയ പാർട്ടിക്കിൾ ആരാണ്? ന്യൂട്രോൺ. ന്യൂട്രോൺ ശരിയല്ലേ? നമ്മൾ നേരത്തെ ബ്ലൈൻഡ് ആയിട്ട്, അതായത് നമ്മൾ കാണാൻ ഒരു പോയിന്റ് പഠിക്കാൻ പറഞ്ഞിരുന്നു. ഇന്നലെ പറഞ്ഞിരുന്നു ബേസിക് പാർട്ടിക്കിൾസ് ഓഫ് ആറ്റത്തിൽ, അല്ലെ? സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൽ പറഞ്ഞിരുന്നു. പക്ഷെ ആ ഒരു വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ സൈസിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. കണ്ടോ, ഈ 2 ആറാകും. ചെറിയൊരു വ്യത്യാസമാണ്. പ്രോട്ടോണും ന്യൂട്രോണും ഏകദേശം ഒരേ സൈസ് തന്നെ, പക്ഷെ തൂക്കി നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ 2 ആറാകുന്നു, ഇത്രയേ ഉള്ളൂ. ചില ടെക്സ്റ്റ് ബുക്കിൽ 4ആണ്. അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പ്രോട്ടോണിനെ കാട്ടി ഒരു പടി ഉയരത്തിൽ, പ്രോട്ടോണിനെ കാട്ടി ഒരു പടി ഉയരത്തിലായിരിക്കണം ആരുടെ പൊസിഷൻ? ന്യൂട്രോണിന്റെ പൊസിഷൻ. മറന്നുപോലെ. അപ്പോൾ പ്രോട്ടോണിനെ കാട്ടി ഒരു പടി ഉയരത്തിലായിരിക്കണം ആരും? ന്യൂട്രോണിന്റെ പൊസിഷൻ. ക്ലിയർ ആണോ? അപ്പോൾ 1.67 ഇൻറ്റു 10⁻⁻27 kg, ഗ്രാമിലേക്ക് പോകുമ്പോഴോ 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം. കിട്ടിയായിരുന്നോ? ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താ? നിങ്ങൾ പ്രോട്ടോണിനെ എടുത്താലും ശരി, ന്യൂട്രോണിനെ എടുത്താലും ശരി, രണ്ടുപേർക്കും 10ന്റെ പവർ 10⁻⁻27 kg, ഗ്രാമിലേക്ക് വരുമ്പോൾ രണ്ടുപേർക്കും 10⁻⁻24 ഗ്രാം. കിലോഗ്രാമിൽ രണ്ടുപേർക്കും 10⁻⁻27, ഗ്രാമിൽ രണ്ടുപേർക്കും 10⁻⁻24. ക്ലിയർ ആണോ? അത്രയും പോയിന്റ് ഒന്ന് പറ. ദിവ്യ, ഓക്കെ. എനിക്ക് തോന്നി ദിവ്യ, കാരണം ഇന്നലത്തെ ചാറ്റിങ്ങിൽ ദിവ്യ ഇല്ലായിരുന്നു, ഞാൻ ചോദിച്ചത്. ഓക്കെ. ബാക്കിയുള്ളവരെല്ലാം ചാറ്റ് ബോക്സിൽ മെസ്സേജ് ഇട്ടെ. ക്ലിയർ ആണോ? എഴുതി മാറ്റിയായിരുന്നോ? അമല ഓക്കെ ആണോ? ദിവ്യ ഓക്കെ ആണോ? പാർവതി ഓക്കെ ആണോ? എഴുതി മാറ്റിയോ? രണ്ടുപേർക്കും ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല. ഇറ്റ് ഈസ് ചാർജ്ലെസ്. അങ്ങനെ ഇങ്ങോട്ടൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലേ? നോക്കൂ, ഇറ്റ്സ് എ ചാർജ്ലെസ് പാർട്ടിക്കിൾ കേട്ടോ. അങ്ങനെ ഇങ്ങോട്ടൊരു പോയിന്റ് ഉണ്ടേ, അതൊക്കെ അറിയാം. 8ാം ക്ലാസ്സിലെ പോയിന്റ് ആണ്. ഇറ്റ് ഈസ് എ ന്യൂട്രൽ. ആ പേര് വന്ന് എങ്ങനെയാണ്? ഇറ്റ്സ് എ ന്യൂട്രൽ ഓർ ചാർജ്ലെസ് പാർട്ടിക്കിൾ. ശരിയല്ലേ? ഇറ്റ് ഈസ് ന്യൂട്രൽ ഓർ ചാർജ്ലെസ് പാർട്ടിക്കിൾ. മറന്നുപോലെ, ഇറ്റ് ഈസ് ന്യൂട്രൽ ഓർ ചാർജ്ലെസ് പാർട്ടിക്കിൾ. ക്ലിയർ അല്ലേ? അപ്പൊ ഇറ്റ് ഈസ് ന്യൂട്രൽ ഓർ ചാർജ്ലെസ് പാർട്ടിക്കിൾ. മറന്നുപോലെ, ഇറ്റ് ഈസ് ന്യൂട്രൽ ഓർ ചാർജ്ലെസ് പാർട്ടിക്കിൾ.
അങ്ങനെയും കൊണ്ടൊരു പോയിന്റ് ഉണ്ട്. ആ പേര് വന്നേക്കുന്ന അങ്ങനെ ന്യൂട്രോൺ. ഇറ്റ് ഈസ് ന്യൂട്രൽ, ഇറ്റ് ഈസ് എ ചാർജ്ലെസ് പാർട്ടിക്കിൾ, ഇറ്റ്സ് എ ചാർജ്ലെസ് പാർട്ടിക്കിൾ. ക്ലിയർ അല്ലേ? ക്ലിയർ കഴിഞ്ഞല്ലോ. മുന്നോട്ട് പോക്കോട്ടെ. അടുത്ത നമുക്ക് പറയാം. അടുത്ത ബോളിലേക്ക് നോക്കിയടേ. അടുത്ത മുന്നോട്ട് പോകുന്ന വഴിക്ക് ഇതാ നോക്കൂ, നമുക്ക് ആ സയന്റിസ്റ്റിനെ ഒന്ന് പരിചയപ്പെടണം. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ബാക്കിയെല്ലാം വായിക്കുന്നേ. നമുക്ക് നമ്മുടെ സയന്റിസ്റ്റിനെ ഒന്ന് പരിചയപ്പെട്ടു തുടങ്ങാം. സയന്റിസ്റ്റിന്റെ പേരെന്താ? ഏണസ്റ്റ് റൂദർഫോർഡ്. ക്ലിയർ അല്ലേ? ഓക്കെ ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു 6 കോൺട്രിബ്യൂഷൻ. ഹി വാസ് ദി ഫാദർ ഓഫ് പ്രോട്ടോൺ, ശരിയാണ്. ഹി വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയസ് ഓഫ് ആറ്റം, ശരിയാണ്. ഹി വാസ് ദി ഫാദർ ഓഫ് ആൽഫ റേഡിയേഷൻ, മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തെ പോയിന്റ്, ഹി വാസ് ദി ഫാദർ ഓഫ് ബീറ്റ റേഡിയേഷൻ. അഞ്ചാമത്തെ പോയിന്റ്, ഹി വാസ് ദി ഫാദർ ഓഫ് ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം. പറഞ്ഞുതരാം. 1911. ഹി വാസ് ദി ഫാദർ ഓഫ് ദി അല്ല ഇവിടെ ആക്ച്വലി പോയിന്റ് ഇവിടെ തൽക്കാലം വേണ്ട, അതവിടെ നിൽക്കട്ടെ. അപ്പൊ നോക്കൊന്നൂടെ. ഏണസ്റ്റ് റൂദർഫോർഡ്, ഹി വാസ് ദി ഒന്നൂടെ ഫാദർ ഓഫ് പ്രോട്ടോൺ, ഫാദർ ഓഫ് ന്യൂക്ലിയസ്, ഫാദർ ഓഫ് ആൽഫ, ഫാദർ ഓഫ് ബീറ്റ, ഫാദർ ഓഫ് ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം. ഇൻട്രൊഡ്യൂസ് 19 അത്ര 5 അല്ലേ? 5 ആയിട്ടുണ്ട്. ആറാമത്തെ പോയിന്റ് ഞാൻ എഴുതി തരാം. ഞാൻ അവിടെ എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ എഴുതി തരാം. ആറാമത്തെ പോയിന്റ് ആണ്. ഹി വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. എഴുതിയോ? ഹി വാസ് ദി ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. പഠിച്ചോ നിങ്ങൾ? ഹി വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവ്. കിട്ടിയോടെ? ഹി വാസ് ദി ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്. ന്യൂക്ലിയർ ഫിസിക്സ് എന്ന ബ്രാഞ്ചിന്റെ വേൾഡിലെ പിതാവ്. സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. 6 പോയിന്റ്. ഓരോ പോയിന്റും എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. 6 പോയിന്റിൽ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ പോയിന്റ് പ്രോട്ടോൺ. പറയേണ്ട ആവശ്യമില്ല, നമ്മൾ ഇന്നലെ ഇന്നുമായിട്ട് പ്രോട്ടോണിനെ പറ്റി പറഞ്ഞിരുന്നു. വെട്ടിക്കോട്ടെ. രണ്ടാമത്തെ പോയിന്റ്, ഹി വാസ് ദി ഫാദർ ഓഫ് ദി ന്യൂക്ലിയസ് ഓഫ് ആറ്റം. പറഞ്ഞു, ഇന്നലെ ഞാൻ വരച്ച് കാണിച്ചു, ശരിയല്ലേ? ന്യൂക്ലിയസ് ഓഫ് ആറ്റം. ന്യൂക്ലിയസിന്റെ പിതാവാരാ? ആറ്റം എടുത്ത് നടുക്കിയിരിക്കുന്ന ആളാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ പിതാവാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ക്ലിയർ അല്ലേ? കഴിഞ്ഞു. ഇനി ഫിസിക്സും കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ട്. ഒന്നേതാ? ആൽഫ റേഡിയേഷൻ. രണ്ടേതാ? ബീറ്റ റേഡിയേഷൻ. ആൽഫയുടെ പിതാവാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ബീറ്റന്റെ പിതാവാരാ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇല്ലേ? ഫിസിക്സും കെമിസ്ട്രിയുമായി 3 തരത്തിലുള്ള റേഡിയേഷൻ ഉണ്ട്. ആൽഫയുണ്ട്, ബീറ്റയുണ്ട്, ഗാമയുണ്ട്. അപ്പൊ നോക്കണേ, അതിൽ ആൽഫ റേഡിയേഷൻ നോക്ക്. ആൽഫ റേഡിയേഷന്റെ വേഗത എങ്ങനെയാ? അപ്പൊ അവിടെ അഡീഷണൽ പോയിന്റ് ഉള്ളത് ഒന്ന് എഴുതി മാറ്റിക്കോണേ. ആൽഫന്റെ വേഗത 15 × 10⁻6 മീറ്റർ/സെക്കൻഡ്. ബ്രാക്കറ്റിൽ കൊടുക്കാം സ്പീഡ് ഓർ വെലോസിറ്റി എന്ന് കൊടുക്കണേ. എങ്ങനെ വേണം ചോദിക്കാം. ഒന്നെങ്കിൽ പറയാം സ്പീഡ്, അതുമല്ലെങ്കിൽ വിളിപ്പേരെന്താ? വെലോസിറ്റി. അടുത്ത ബീറ്റ റേഡിയേഷൻ ആണ്. ബീറ്റന്റെ വേഗത എങ്ങനെയാണ്? 27 ബോർഡിലുണ്ട്. 27 × 10⁻7 മീറ്റർ/സെക്കൻഡ്. അടുത്തയാളുടെ ഗാമ റേഡിയേഷൻ ആണ്. ഗാമയുടെ വേഗത 3 × 10⁸8 മീറ്റർ/സെക്കൻഡ്. അത് കാണുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഗാമയുടെ വേഗത കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ആൻസർ നീട്ടേ. തോന്നണം. ചാറ്റ് ബോക്സിൽ ആൻസർ നീട്ടേ. ഗാമയുടെ വേഗത എഴുതിയപ്പോൾ എന്തെങ്കിലും അന്നത്ത്. അടുത്ത ആള് ദിവ്യ, ദൃശ്യ, ആതിര. ക്ലിയർ കഴിഞ്ഞു. സൂര്യ ഓക്കെ ക്ലിയർ കഴിഞ്ഞു. സ്പീഡ് ഓഫ് ലൈറ്റ്. ചിന്തിച്ചായിരുന്നോ? സ്പീഡ് ഓഫ് ലൈറ്റ്, ലൈറ്റിന്റെ സ്പീഡാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഗാമ റേഡിയേഷന്റെ വേഗത ഇസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. ക്ലിയർ ആണോടെ? എക്സ്പ്ലനേഷൻ ക്ലിയർ? ഒന്നുകൂടെ ബോർഡിലേക്ക് നോക്കേ. എഴുതി മാറ്റിക്കൂ. അപ്പൊ ആൽഫ റേഡിയേഷന്റെ വേഗത 15 × 10⁻, 10ന്റെ പവർ 10⁻6 മീറ്റർ/സെക്കൻഡ് വേഗത അല്ലെങ്കിൽ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. ബീറ്റ ആണെങ്കിലോ 27 × 10⁻7 ആണ്. ബീറ്റ 27 × 10⁻7 ആണ് അല്ലേ? ബീറ്റ 27 × 10⁻7 ആണ്. സ്പീഡ് ഓർ വെലോസിറ്റി. ഗാമയാണെങ്കിൽ 3 × 10⁸8 മീറ്റർ/സെക്കൻഡ്. സ്പീഡ് ഓഫ് ലൈറ്റ്. ഇനി ഒരു പോയിന്റ് പറയാനുണ്ട്. ആൽഫയുടെ പിതാവിനെ കണ്ടു ഏണസ്റ്റ് റൂദർഫോർഡ്. ബീറ്റയുടെ പിതാവിനെ കണ്ടു സെയിം ആസ് ഏണസ്റ്റ് റൂദർഫോർഡ്. എങ്കിൽ ബോർഡിലേക്ക് നോക്ക്. ഗാമയുടെ പിതാവാരാ? പോളിയു വില്ലിയാർഡ്. എഴുതി മാറ്റണേ. ഗാമയുടെ പിതാവ് പോളിയു വില്ലിയാർഡ്. ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്, പക്ഷെ ഫിസിക്സിലാണ് കേട്ടോ. ഫിസിക്സ് NCERT +1 തന്നെ. നമുക്ക് +1 ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, ആറ്റം. പക്ഷെ ആ ആറ്റം ശരിക്കും അത് കെമിസ്ട്രിയിലും ആറ്റമുണ്ട്, ഫിസിക്സിലും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ +1 ആറ്റത്തിൽ ശരിക്കും നമുക്ക് പക്ക ന്യൂക്ലിയർ ഫിസിക്സ് ആണ് പഠിക്കാനുള്ളത്. ആറ്റത്തിന് 2 സൈഡ് ഉണ്ടേ. ആറ്റം ഫിസിക്സും ആണ്, കെമിസ്ട്രിയാണ്. അതാണ് ആറ്റത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഒരു സൈഡിൽ ആറ്റത്തിന്റെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഐസോട്ടോപ്പ്, ഐസോബാർ ഒക്കെ കെമിസ്ട്രിയിൽ കിടപ്പുണ്ട്. ക്ലിയർ അല്ലേ? കെമിസ്ട്രിയിൽ
നമ്മുടെ +1 NCERT ചാപ്റ്റർ 3 അറ്റോമിക് സ്ട്രക്ചറിൽ കിടക്കും. അപ്പൊ +1 NCERT ചാപ്റ്റർ 3 അറ്റോമിക് സ്ട്രക്ചറിൽ ഒരാറ്റം കിടപ്പുണ്ട് കെമിസ്ട്രിക്കകത്ത്. അത് പക്കാ കെമിസ്ട്രി. ഇനി അതേ +1 NCERT ഫിസിക്സിനകത്ത് പാർട്ട് 2, ഫിസിക്സിൽ പാർട്ട് 2 ചാപ്റ്റർ 9 ഒരാറ്റം കിടപ്പുണ്ട്. ശരിക്കും അതെന്താണ്? അത് കെമിസ്ട്രി ഫിസിക്സിലെ ആറ്റമാണ്. അവിടെ ന്യൂക്ലിയർ ഫിസിക്സ്, അവിടെ നമ്മുടെ പിന്നെ ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പൊ ആറ്റത്തിന് 2 സൈഡുണ്ട്. ആറ്റത്തിനെ കുറിച്ച് ഒരു ആറ്റത്തിനെ കുറിച്ച് കെമിസ്ട്രിയിലും പറയുന്നു, ഫിസിക്സിലും പറയുന്നു. രണ്ടിടത്തും ആറ്റം ഉണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. വന്നേ, അപ്പൊ ഫിസിക്സിലെ പോയിന്റ് ആണത്. ആൽഫയുടെ സ്പീഡ് 15×10⁶ മീറ്റർ/സെക്കൻഡ് ഈക്വൽ ടു സ്പീഡ് ഓർ വെലോസിറ്റി. ബീറ്റ ആണെങ്കിൽ 27×10⁷ മീറ്റർ/സെക്കൻഡ് സ്പീഡ് ഓർ വെലോസിറ്റി. ഗാമയാണെങ്കിൽ 3×10⁸ മീറ്റർ/സെക്കൻഡ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. ഗാമ റേഡിയേഷന്റെ സ്പീഡ് എത്ര? സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഗാമയുടെ പിതാവാരാണ്? പോൾ യു വില്ലിയാണ്. കിട്ടിയായിരുന്നോ? ഗാമ റേഡിയേഷന്റെ പിതാവാരാണ്? പോൾ യു വില്ലിയാണ്. കിട്ടിയോ? ഗാമയുടെ പിതാവിനെ പരിചയപ്പെട്ടെ പോൾ യു വില്ലിയാണ്. പഠിച്ചോ? പോൾ യു വില്ലിയാണ്. ഓക്കെ അല്ലേ? കിട്ടി. ഓക്കെ റൈറ്റ്. അടുത്ത പറഞ്ഞോട്ടെ, ബോർഡ് വാങ്ങിച്ചോട്ടെ, എല്ലാവരും നോക്കിയിട്ട് മെസ്സേജ് ചെയ്യണേ. ശരി, അടുത്ത നോക്കൂ. നമ്മുടെ 5ാമത്തെ പോയിന്റ്. അപ്പം നമുക്ക് 3ാമത്തെ പോയിന്റ് ക്ലിയർ കട്ടാണ്. 4ാമത്തെ പോയിന്റ് എക്സ്പ്ലനേഷൻ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അഡീഷണൽ ആയിട്ട് ഗാമയും കിട്ടി, അതിന്റെ സ്പീഡും കിട്ടി, പിതാവിനെ കിട്ടി. അടുത്ത 5ാമത്തെ പോയിന്റ് നോക്കിയേ. ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1911. അവിടെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമ്മൾ ഈ ബോർഡ് വായിച്ചോട്ടെ, എന്നാലും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നോക്കട്ടെ, ഇപ്പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ എവിടെ സ്പേസ് ബ്ലാങ്ക് ഇവിടെ ഞാൻ ബ്ലാങ്ക് എടുത്ത് വെച്ചിരുന്നു. ബോർഡിലേക്ക് നോക്കിയേ. നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്നലെ പഠിപ്പിച്ചിരുന്നു. ഒരു ആറ്റം എടുത്താൽ ഷേപ്പ് എന്താണ്? നടുക്ക് ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ. ഒരു ആറ്റം എടുത്താൽ ഷേപ്പ് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെയുണ്ട്? P+N. P ആരാണ്? പ്രോട്ടോൺ. N ആരാണ്? ന്യൂട്രോൺ. ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങല്ലേ. ഈ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു സോളാർ സിസ്റ്റം. ശരിയല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു ആരാണ്? സോളാർ സിസ്റ്റം. ശരിയല്ലേ? ഒരു ആറ്റം എടുത്ത് നടുക്ക് ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ. ഒരു ആറ്റം എടുത്ത് നടുക്കാരാണ്? നടുക്ക് ന്യൂക്ലിയസ്, ചുറ്റും നമ്മുടെ ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയല്ലേ. അതെ. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുകയാണ്. ഈ ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുക എന്ന് പറയുമ്പോഴേ ഇറ്റ് ഈസ് ഈക്വൽ ടു സോളാർ സിസ്റ്റം അല്ലേ. നിങ്ങൾ സോളാർ സിസ്റ്റം എടുത്ത് നടുക്കാറുണ്ട് സൂര്യൻ, ചുറ്റും ഗ്രഹങ്ങൾ കിടന്ന് കറങ്ങുകയല്ലേ, ചുറ്റും പ്ലാനറ്റുകൾ കിടന്ന് കറങ്ങുകയല്ലേ. ഇപ്പൊ ആറ്റം എടുത്താൽ നടുക്ക് ന്യൂക്ലിയസ്, ചുറ്റും ഇലക്ട്രോൺസ് കിടന്ന് കറങ്ങുന്ന പോലെ ഒരു സോളാർ സിസ്റ്റം എടുത്ത് നടുക്കാറുണ്ട്. നടുക്ക് സൂര്യൻ, ചുറ്റും പ്ലാനറ്റുകൾ കിടന്ന് കറങ്ങുക. ഇങ്ങനെ ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റത്തിന് തുല്യമാണെന്ന് നമ്മളുടെ ആദ്യമായിട്ട് പറയുന്ന ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഹി വാസ് ദി, മനസ്സിൽ വെച്ചെങ്ങനെ ആവശ്യമുണ്ട്, ഹി വാസ് ദി ഫാദർ ഓഫ് ദി ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം. ഒരു ആറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ സോളാർ സിസ്റ്റത്തിന് തുല്യമാണെന്ന് ആദ്യമായിട്ട് പറയുന്ന ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. പറഞ്ഞു. കിട്ടിയോ? അപ്പൊ ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം പിതാവാര? ഏണസ്റ്റ് റൂദർഫോർഡ്. അത് പറയാൻ അദ്ദേഹത്തെ സഹായിച്ച എക്സ്പെരിമെന്റിന്റെ പേരെന്താ? ആൽഫാറേ ഗോൾഡ് ഫോയിൽ സ്കാറ്ററിംഗ് പരീക്ഷണം. പരീക്ഷണം നടത്തിയ വർഷം എപ്പോഴാ? 911. ഈ റിസൾട്ട് കിട്ടിയ വർഷം എപ്പോഴാ? 911. ഞാൻ എക്സ്പെരിമെന്റിന്റെ വിശദീകരണം പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എക്സ്പെരിമെന്റ് റിസൾട്ടുകളാണ്. ഓക്കെ അല്ലേ? വിശദീകരണം പറയുമ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും ഞാൻ. അപ്പൊ അവിടെ പോയിന്റ് കിട്ടിക്കോണം പെട്ടെന്ന്. അപ്പോഴ് ഒരാറ്റത്തിന്റെ ഷേപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഒരു സോളാർ സിസ്റ്റത്തിന് തുല്യമാണെന്ന് ആദ്യമായി നമ്മുടെ അടുത്ത് പറഞ്ഞത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. അത് എപ്പോഴാ പറഞ്ഞത്? 911. സയന്റിസ്റ്റിന്റെ പേരെന്താ? ഏണസ്റ്റ് റൂദർഫോർഡ്. ഇറ്റ് വാസ് മെൻഷനിങ് ഇൻ 1911. മെൻഷൻ ചെയ്തു. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഈസ് ഇറ്റ് എ ഫെയിലിയർ ഓർ സക്സസ്? Is this model was a failure or successful? Chat box yes or no മാത്രം മതി. നിങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ, നിങ്ങളുടെ ഒരു അറിവിൽ ഇത് ഫെയിലൂർ ആണോ പരാജയമായിരുന്നോ? ഈസ് ഇറ്റ് എ ഫെയിലൂർ ഓർ സക്സസ്ഫുൾ? ചുമ്മാ അത് ടൈപ്പ് ചെയ്യൂട്ടെ. ഇപ്പൊ എത്ര പേരുണ്ടെന്ന് എനിക്കറിയാലോ ക്ലാസ്സിൽ. ശ്രീരാജ്, രമ്യ, സൂര്യ, സാന്ദ്ര, ദൃശ്യമൊന്നും ഇന്നലെ ക്ലാസ്സിലായിരുന്നല്ലോ. അമല്, ശ്രീവിദ്യ, ക്ലിയർ. ഒമർ, അന്നത്ത്, റൈറ്റ്. ഓക്കെ അല്ലേ? തസ്ലീമ ഇന്നലെ കണ്ടില്ല. ഫെയിലൂർ ആണ്. ശരിയാണ് കേട്ടോ. ഇത് പരാജയപ്പെട്ടു. ദിസ് മോഡൽ വാസ് എ ഫെയിലൂർ. ഇത് പരാജയപ്പെട്ടു. ഓക്കെ അല്ലേ? സോ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. ഓൺലി ഇൻ +1 NCERT. നോക്കണേ, ക്വസ്റ്റ്യൻ ഇതാണ്.
അതായത് ഈ ഒരു ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം വാസ് ഫെയിൽഡ് ഡ്യൂ ടു വിച്ച് സയന്റിസ്റ്റ്? ക്ലിയർ ആൻസർ വന്നേ. ഡ്യൂ ടു വിച്ച് സയന്റിസ്റ്റ്? ഏത് സയന്റിസ്റ്റ് കാരണമാണ് ഇതൊക്കെ പരാജയപ്പെട്ടത്? എടേ, നമ്മൾ ഇന്നലെ പറഞ്ഞു ഒരു ഒറ്റ പോയിന്റോടെ നമ്മൾ ഇന്നലെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. അതായത് ഇത് എവിടെ കൊണ്ട് വെച്ചു? IUPAC. IUPAC ആരാ ഇന്നലെ പഠിപ്പിച്ചില്ലായിരുന്നു? പഠിപ്പിച്ചു. അപ്പൊ ഈ പോയിന്റ് കൊണ്ട് IUPAC വെച്ചു അല്ലേ? അപ്പൊ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ എല്ലാ ആശയങ്ങളും കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുവച്ചു? അത് വെച്ചേ പറ്റൂ. ഞാനായാലും നിങ്ങളായാലും റൂദർഫോർഡ് ആയാലും കൊണ്ട് വെച്ചേ പറ്റൂ. അദ്ദേഹം കൊണ്ട് IUPAC സബ്മിറ്റ് ചെയ്തു. അപ്പൊ IUPAC വെച്ചപ്പോഴേക്കും എല്ലാ സയന്റിസ്റ്റുമാരും സംശയങ്ങൾ ചോദിക്കും. പ്രത്യേകിച്ച് ആറ്റമാണ്. ഫിസിക്സിൽ നിന്ന് ആൾക്കാരാണ്, കെമിസ്ട്രിയും സയന്റിസ്റ്റുമാരുണ്ട് IUPAC. ഫിസിക്സിൽ നിന്ന് സയന്റിസ്റ്റുമാർ കാണും. ഓക്കെ ദിവ്യ. ഫിസിക്സിൽ നിന്ന് സയന്റിസ്റ്റുമാർ കാണും, കെമിസ്ട്രിയും സയന്റിസ്റ്റുമാർ കാണും. ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ പഠിപ്പിച്ചാണ് ദിവ്യ അത്. ഓക്കെ, ദിവ്യ IUPAC എഴുതുമ്പോൾ ക്യാപിറ്റൽ എഴുതണം. അതായത് ഇതുപോലെ കേട്ടോ. അതാണ് അതിന്റെ റൂള്. IUPAC എപ്പോഴും ക്യാപിറ്റൽ IUPAC, കാരണം എക്സ്പാൻഷൻ ഉള്ളത് കൊണ്ട് എപ്പോഴും ക്യാപിറ്റൽ എഴുതണേ. ഓക്കെ, സ്മോൾ ലെറ്റർ ആക്ച്വലി റോങ് ആണ്. ക്ലിയർ? ഓക്കെ ദിവ്യ. ഓക്കെ, റൈറ്റ്. അപ്പൊ തിരിച്ചു വന്നേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പോയിന്റുകളെ കൊണ്ട് IUPAC വെച്ചു, ചർച്ചയായി, ഡിസ്കഷനായി. അപ്പൊ IUPAC ഒരു സയന്റിസ്റ്റ് കുറെ ഡൗട്ടുകൾ ചോദിച്ചു. ആ സയന്റിസ്റ്റിന്റെ ചോദ്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ലടേ? റൂദർഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പൊ IUPAC ഒരു സയന്റിസ്റ്റ് കുറെ ഡൗട്ടുകൾ ചോദിച്ചു. ആ സയന്റിസ്റ്റിന്റെ ചോദ്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ ആരെ കൊണ്ട് കഴിഞ്ഞില്ല? ഏണസ്റ്റ് റൂദർഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല. ഓക്കെ അല്ലേ? അപ്പൊ റൂദർഫോർഡിനെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ആ ചോദ്യം ഇതാണ്. ആ സയന്റിസ്റ്റ്, നിങ്ങൾ പറഞ്ഞ ആൻസർ തെറ്റാണ്. നീൽസ് ബോർ അല്ല. ആ സയന്റിസ്റ്റിന്റെ പേര് നീൽസ് ബോർ എന്നല്ല. അദ്ദേഹത്തിന്റെ പേരെന്താ? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പേരെന്താ? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് കേട്ടിട്ടുണ്ടോ? ചാറ്റ് ബോക്സിൽ ആൻസർ ആയി. കേൾക്കുന്നുണ്ടോ? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. കേൾക്കുന്നുണ്ടോ? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. കിട്ടിയായിരുന്നോടെ? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ക്ലിയറല്ലേ? അപ്പൊ സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ്. തെറ്റല്ലേ? ദിവ്യ വെയിറ്റ് പറയാം. ഇല്ല, രമ്യ അത് ഇവിടെ എനിക്ക് മൈക്ക് ഓഫ് ആയതാണ്, ഞാൻ ഓൺ ആക്കിയിട്ടുള്ളത്. ഓക്കെ ദിവ്യ, രമ്യ ഓക്കെ. ദിവ്യ വെയിറ്റ്. നോക്കൂ, ഈ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിന് വേറെ എവിടെയും പരിചയമുണ്ടോ? ദിവ്യ ആൻസർ ഇലക്ട്രോ മാഗ്നറ്റിക്. നമ്മൾ ഇന്ന് അത് അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കും ശരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി എന്ന് കേട്ടിട്ടുണ്ടോ? ഫാദർ ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിന്റെ പിതാവാരാണ്? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. പഠിച്ചായിരുന്നോ? അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി, ശ്രീവിദ്യ ആ പേര് പൂർണ്ണമായിട്ടും പറയണം. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി തന്നെ പറയണം ശ്രീവിദ്യ. അതിന് കാരണം ശ്രീവിദ്യ പറഞ്ഞ ആൻസർ നിലവിൽ തെറ്റാണ്. കാരണം വേവ് തിയറി എന്ന് പറയുമ്പോൾ അതിന്റെ പിതാവ് മറ്റൊരാളാണ്. വേവ് തിയറിന്റെ പിതാവ് ആരാ? ഫാദർ ഓഫ് രണ്ടാണ് കേട്ടോ, രണ്ടാണ്. വേവ് തിയറിന്റെ പിതാവ് ആരാ? ചാറ്റ് ബോക്സിൽ ആൻസർ ഫാദർ ഓഫ് വേവ് തിയറി. വേവ് തിയറിന്റെ പിതാവ് ആരാ? വേവ് തിയറിന്റെ പിതാവ് ആരാ? നോക്കട്ടെ എന്തെങ്കിലും ആൻസർ ഉണ്ടോന്ന്. ഓക്കെ. ശ്രീവിദ്യ ആൻസർ കിട്ടിയായിരുന്നു. അത് ക്രിസ്ത്യൻ ഹൈജീനസ് ആണ് കേട്ടോ. അപ്പൊ മറ്റൊരു ആൻസർ ആണ്, അത് ക്രിസ്ത്യൻ ഹൈജീനസ് ആണ്. രണ്ടും രണ്ട് ആൾക്കാരാണ്, രണ്ടും രണ്ട് കൺസെപ്റ്റ് ആണ്. അത് ക്രിസ്ത്യൻ ഹൈജീനസ് ആണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിയാണ്. രണ്ടാണ്. ശ്രീവിദ്യ കിട്ടിയായിരുന്നു. അപ്പോൾ വേവ് തിയറിന്റെ പിതാവാര ഫിസിക്സ് ആണ്, ക്രിസ്ത്യൻ ഹൈജീനസ് ആണ്. ലൈറ്റുമായി ബന്ധപ്പെട്ട തിയറി ഞാൻ ഇടയ്ക്ക് പറഞ്ഞോളാം. അടുത്ത നോക്കൂ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറിന്റെ പിതാവാര ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. സോ ഡൗട്ട് ഓഫ് ദി ഓർ ക്വസ്റ്റ്യൻസ് ഓഫ് ദി ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ലീഡ് ടു ഫെയിലിയർ ഓഫ് ദി ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം. അതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുകയാണ്. ഡൗട്ട് ആൻഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ദി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ഒന്നുകൂടെ, ക്വസ്റ്റ്യൻസ് ഓഫ് ദി James Clerk Maxwell lead to the failure of the first solar model of atom introduced by Ernest Rutherford at 1911. 1911 ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ആ ഒരു ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റത്തിൽ ചില ഡൗട്ടുകളും ചോദ്യങ്ങളും ആര് കൊണ്ടുവരുന്നു? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ആ ചോദ്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാൻ ആരെ കൊണ്ട് കഴിയുന്നില്ല? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെലിനെ കൊണ്ട് കഴിയുന്നില്ല, റൂദർഫോർഡിനെ കൊണ്ട് കഴിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇറ്റ് വാസ് എ ഫെയിലുവർ. മനസ്സിലായോ? നീൽസ് ബോർ വന്നിട്ടില്ല. നീൽസ് ബോർ നമ്മുടെ സീനിലില്ല. ഇത്രയും ഓക്കെയാണോ? ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത്. ഓൺലി +1 NCERT. +1 NCERT മാത്രം പറയുന്ന കഥയാണിത്. +1 NCERT ചാപ്റ്റർ 3 അറ്റോമിക് സ്ട്രക്ചർ ആറ്റം. ക്ലിയർ ആണോ? നീൽസ് ബോർ സീനിലില്ല. ഇത്രയും ഓക്കെയാണോ? ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്ത് എഴുതി മാറ്റിയായിരുന്നോ? അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു. റീസൺ ഫോർ ഫെയിലുവർ ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം.
ഓഫ് ഏണസ്റ്റ് റുദർഫോർഡ്. റുദർഫോർഡിന്റെ ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം ഫെയിൽ ആവാൻ കാരണക്കാരനാരാ? ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ഹു വാസ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ? അദ്ദേഹം ഫാദർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് തിയറി. ഓക്കെ, ദെൻ ഫാദർ ഓഫ് ദി വേവ് തിയറി ആരാ? അത് ക്രിസ്ത്യൻ ഹൈഗിയൻസ്. അത് വഴിയെ പറയും. ഇത്ര ഓക്കെ ആണോ? അപ്പൊ ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം വാസ് എ ഫെയിലുവർ. ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് ഇയർ? 1911. സോ due to the James Clerk Maxwell doubt, first solar model of atom was failed, then lead to second solar model of atom. നമ്മൾ പോന്നു വായിച്ചോട്ടെ ഇത്രയും. അടുത്ത പറയട്ടെ, സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റത്തിലേക്ക് കടക്കട്ടെ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഞാൻ ജസ്റ്റ് അതിന്റെ ഹെഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. വരും ദിവസങ്ങളിൽ ഇതിന്റെ എക്സ്പ്ലനേഷൻ ചെയ്തോളാം, മനസ്സിലിരുന്നോട്ടെ. ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം പരാജയപ്പെട്ടു. അങ്ങനെ സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സയന്റിസ്റ്റിന്റെ പേര് പറയൂ. സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റം കൊണ്ടുവന്ന ആരാണേ? അത് നിങ്ങൾ പറഞ്ഞ ആൻസർ ഓക്കെയാണ്. സയന്റിസ്റ്റിന്റെ പേരെന്താ? നീൽസ് ബോർ. ഓൺ വിച്ച് ഇയർ? 1913. ഹിസ് കൺസെപ്റ്റ് ഈസ് കോൾഡ് ബോർ സോളാർ മോഡൽ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുള്ള ബോർ സോളാർ മോഡൽ. കിട്ടിയോ? പഠിച്ചോ? അത് ഞാൻ തുടങ്ങി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ സമ്മറി പോലെ പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. സമ്മറിക്കകത്ത് എക്സ്പ്ലനേഷൻ കുറച്ച് കിടപ്പുണ്ട്. അടുത്ത ക്ലാസ്സിൽ അത് പറയും. ആണ് ഇപ്പൊ നമ്മൾ അതല്ല പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോഴ് സെക്കൻഡ് സോളാർ മോഡൽ ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റുദർഫോർഡിനെ പറ്റിയാണ്. അപ്പൊ അവിടെ ഞാനൊന്ന് ആ പോയിന്റ് ഒന്ന് കംപ്ലീറ്റ് ആക്കിയതാണ്. കാരണം ഫസ്റ്റ് സോളാർ മോഡൽ ഓഫ് ആറ്റം പരാജയപ്പെട്ടു. അവിടുന്ന് സെക്കൻഡ് സോളാർ മോഡൽ ഓഫ് ആറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഹു? നീൽസ് ബോർ. ഇൻ വിച്ച് ഇയർ? 1913. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ബോർ സോളാർ മോഡൽ. ഇത് വിജയിച്ചോ? യെസ്, ഇതൊരു വിജയമായിരുന്നു. സോ ഇറ്റ് വാസ് ദി, ആ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോണേ, ഇറ്റ് വാസ് ദി ഫസ്റ്റ് സക്സസ്ഫുൾ സോളാർ മോഡൽ ഓഫ് ആറ്റം. പഠിച്ചോ? ഇറ്റ് വാസ് ദി ഫസ്റ്റ് സക്സസ്ഫുൾ സോളാർ മോഡൽ ഓഫ് ആറ്റം. പരിചയപ്പെട്ടോ നിങ്ങൾ? ഇറ്റ് വാസ് ദി ഫസ്റ്റ് സക്സസ്ഫുൾ സോളാർ മോഡൽ ഓഫ് ആറ്റം. പരിചയപ്പെട്ടോ? ക്ലിയർ. ഓക്കെ ആണോടെ? അപ്പോൾ ഫസ്റ്റ് ഫെയിലുവർ സോളാർ മോഡൽ ഏണസ്റ്റ് റുദർഫോർഡ് 1911. ഫസ്റ്റ് സക്സസ്ഫുൾ സോളാർ മോഡൽ ഓഫ് ആറ്റം 1913 നീൽസ് ബോർ. കിട്ടിയായിരുന്നു? ഫസ്റ്റ് സക്സസ്ഫുൾ സോളാർ മോഡൽ ഓഫ് ആറ്റം 1913 നീൽസ് ബോർ. അത്രയും നിൽക്കട്ടെ. അത്രയും ഓക്കെ ആണോ? തിരിച്ചു വരാം നമുക്ക്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെ പറ്റിയാണ്? ഇത്ര എഴുതി മാറ്റിയായിരുന്നു റഫായിട്ട്. കഴിഞ്ഞില്ല, ഇത്ര എഴുതി മാറ്റിയൂ. നമ്മൾ ആ റുദർഫോർഡിനെ കുറിച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അത് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. എടേ, നീൽസ് ബോറിന്റെ ഓർമ്മയ്ക്കായി കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേര്. ആവർത്തന പട്ടികയിൽ നീൽസ് ബോറിന്റെ ഓർമ്മയ്ക്കായി കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേരും അറ്റോമിക് നമ്പറും ഒക്കെ ഒന്ന് പറയാൻ ശ്രമിക്കുമോ നിങ്ങൾ? ആവർത്തന പട്ടികയിൽ നീൽസ് ബോറിന്റെ ഓർമ്മയ്ക്കായി കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേര് പറ. അറ്റോമിക് നമ്പർ തായോ. നീൽസ് ബോറിന്റെ ഓർമ്മയ്ക്കായി കൊടുത്തിരിക്കുന്ന മൂലകത്തിന്റെ പേര് ബോറോൺ അല്ല സൂര്യ. ഇതെവിടെ പോയി നിൽക്കുന്നു? ബോറോൺ ഒന്നും അല്ല, ബോറിയം. എന്താണ് പറയുന്നത്? ബോറിയം. എടേ, നിങ്ങൾ ആ സയന്റിസ്റ്റിന്റെ പേര് എഴുതിയിട്ട് അവസാനം 3 അക്ഷരം ചേർക്ക്. സയന്റിസ്റ്റിന്റെ പേര് ബോർ, അവസാനം 3 അക്ഷരം ചേർക്ക്, പ്ലസ് IUM. ഇനി കൂട്ടി വായിച്ചേ. ബോറിയം. ബോറോൺ എവിടെ? ബോറിയം എവിടെ? ബോറോൺ വേറെ. അത് നമ്മുടെ ക്യാരംസിന്റെ പൗഡർ ഇല്ലേ, അതിനകത്തൊക്കെ ഉപയോഗിക്കുന്നത്. ക്യാരംസ് കളിക്കുമ്പോൾ ഒരു പൗഡർ നമ്മൾ ഉപയോഗിക്കുകയാണ്. ക്യാരംസിന്റെ കോയിൻ തെന്നി മാറാറൊക്കെ ഉണ്ട്. ആ പൗഡറുകൾ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബോറിക് ആസിഡും ബോറോണൊക്കെ. അത് വേറെ, അത് ഐറ്റം വേറെ, ഇത് ഐറ്റം വേറെ. കിട്ടിയായിരുന്നോ? ഇടേ, നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഒരു സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മൂലകം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ സയന്റിസ്റ്റിന്റെ പേര് എഴുതണം. അവസാനം 3 അക്ഷരം റൂൾ അതാണ്. നിങ്ങൾ സയന്റിസ്റ്റിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു മൂലകത്തെ IUPAC കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം സയന്റിസ്റ്റിന്റെ പേര് എഴുതിയോ? എഴുതി. ബോർ. അവസാനം 3 അക്ഷരം ചേർക്ക്. ഏതാ 3 അക്ഷരം? IUM. ഇനി ചേർത്ത് വായിക്ക്. ബോറിയം. കിട്ടിയായിരുന്നോ? ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ അല്ലേ? അറ്റോമിക് നമ്പർ എത്ര അന്നത്തെ പറ? ബോറിയം അറ്റോമിക് നമ്പർ പറയുമോ? 107. 107 എഴുതി മാറ്റി. അന്നത്തെ എല്ലാവരും എഴുതി മാറ്റി. BH. ബോറിയം 107, 107 ആണേ. ഇനി നിങ്ങൾ പറഞ്ഞ ബോറോൺ ഞാൻ സൈഡിലേക്ക് ഒന്ന് എഴുതിയിരിക്കാം. അതിവിടെ എഴുതേണ്ട, വേണം എഴുതി, കുഴപ്പമില്ല. ബോറോൺ സിമ്പൽ B ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ 5 ആണ്. കണ്ടോ ഇവിടെ പോയി നിൽക്കുന്ന നമ്മുടെ വ്യത്യാസം. ഇത് ബോറിയം BH 107, ഇത് ബോറോൺ B5. ബോറോൺ വേറെ, ബോറിയം വേറെ. ക്ലിയർ? ക്ലാരിഫൈ ചെയ്തു അന്നത്ത്. അതുപോലെ ബാക്കി ബോറോൺ പറഞ്ഞ ആൾക്കാരൊക്കെ നിഷി, ദിവ്യ, ശ്രീരാജ്, സൂര്യ. ക്ലിയർ? ബോറോൺ ക്യാരംസ് ബോർഡ് അവിടെ പോട്ടെ. ക്യാരംസ് ബോർഡിൽ മറ്റേ നമ്മുടെ ആ ഒരു കോയിൻ തെന്നി മാറാൻ, അത് വേറെ, ഇത് വേറെ. അതിന്റെ കോമ്പൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ, ഒരു പൗഡർ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. ഓക്കെ ആണോ?
ക്ലിയർ? ഇത്ര ഓക്കെ ആണോ? എടേ ബോറിയത്തിന്റെ സിമ്പൽ BH, അറ്റോമിക് നമ്പർ 107. അത് NCERT-യിൽ ഉണ്ട്, പക്ഷെ അത് ഈ അറ്റോമിക് സ്ട്രക്ചറിലല്ല, വേറെ ചാപ്റ്ററിലാണ് കിടക്കുന്നത്. നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ക്ലിയർ ഓക്കെ ആണേ? പാർവതി ഓക്കെ, അമലെ ഓക്കെ. അടുത്ത വീണ്ടും നമ്മള് ഇതൊന്ന് ഇങ്ങോട്ടൊന്ന് എഴുതിക്കോട്ടെ, കാണാൻ പറ്റുമോ നോക്കണേ. ഏണസ്റ്റ് റൂദർഫോർഡിന്റെ ഓർമ്മയ്ക്കായുള്ള മൂലത്തെ പറ. ഏണസ്റ്റ് റൂദർഫോർഡ് നിങ്ങൾ തന്നെ പറ, ഒന്ന് ചേർത്ത് വായിച്ചേ. നിങ്ങൾ അവസാനം അയ്യും ഇട്ടൊന്ന് വായിച്ചേ. അത് തന്നെ ഓക്കെയാണ്, ഇപ്പം ക്ലിയർ അല്ലേ? റൂദർഫോർഡിയം, 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 അവസാനം അയ്യും ചേർത്താണ്ട അടിയ വരച്ചു. റൂദർഫോർഡിയം സിമ്പൽ RF. അറ്റോമിക് നമ്പർ ഉണ്ടോ? റൂദർഫോർഡിയം അറ്റോമിക് നമ്പർ ഉണ്ടോ? എല്ലാവരും ഓക്കെയാണ്, കുഴപ്പമില്ല. നിങ്ങളുടെ പേപ്പറിലോട്ട് എഴുതി മാറ്റിക്കോ. റുദർഫോർഡിയം അറ്റോമിക് നമ്പർ RF, അറ്റോമിക് നമ്പർ ഉണ്ടോ? 104. എഴുതി മാറ്റ് 104. അടുത്തടുത്താ കേട്ടോ. അപ്പൊ അങ്ങനെ ഓർക്കാൻ പറ്റും, അടുത്തടുത്തിരിക്കുന്ന ആൾക്കാരാണ്. റുദർഫോർഡിയം 104, 104 എഴുതി മാറ്റ്. എല്ലാ സയന്റിസ്റ്റുമാരുടെ അവസാനം അങ്ങനെ ചേർത്താൽ മതി. എക്സാമ്പിൾ ആയിട്ട് ഇനിയും പറയാൻ പറ്റും. തൽക്കാലം ഇത്ര എഴുതി മാറ്റ്. ബോറിയം BH 107 കൊടുത്തായിരുന്നോ? റുദർഫോർഡിയം RF 104 കൊടുത്തോ? റുദർഫോർഡിയം RF 104 കൊടുത്തോ? റുദർഫോർഡിയം RF 104 കൊടുത്തു. ഇതുപോലെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. മെന്റലീവിയും ഉണ്ട്, ഐൻസ്റ്റീനിയും ഉണ്ട്, നിഷി. മെന്റലീവിയും ഉണ്ട്, ഐൻസ്റ്റീനിയും ഉണ്ട്, കുറെ ആൾക്കാരുണ്ട് കേട്ടോ. റുദർഫോർഡിയം മാറ്റിയെങ്കിൽ വായിക്കുന്നേ. ഒരുപാട് ആൾക്കാരുണ്ട്. ഐൻസ്റ്റീനിയം ഉണ്ട്, ഐൻസ്റ്റീനിയം ഉണ്ട്. അവിടെ അവസാനം IUM, ഐൻസ്റ്റീനിയം ES. ഐൻസ്റ്റീൻ അറ്റോമിക് നമ്പർ പറഞ്ഞില്ല, 99. മെന്റലീവ് നിഷി പറഞ്ഞായിരുന്നു അല്ലെ? അപ്പം മെന്റലീവ് എന്ന് കൊടുത്തിട്ട് അവസാനം IUM, MD ആണ് കേട്ടോ. അറ്റോമിക് നമ്പർ 101. ഇനി ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്ക് നോബലിയം ഉണ്ട്. ആൽഫ്രഡ് നോബലിന്റെ ഓർമ്മയ്ക്ക് നോബലിയം, അത് 102. റുദർഫോർഡിയം പറഞ്ഞു. ഇനി നമ്മുടെ വില്യം റോൺസ്റ്റൺ എന്ന സയന്റിസ്റ്റിനെ കേട്ടിട്ടുണ്ടോ? വില്യം റോൺസ്റ്റൺ ഇന്നലെ പഠിപ്പിച്ചു. എസ്റ്റർഡേ ഇന്നലെ പഠിപ്പിച്ചു. വില്യം റോൺസ്റ്റൺ എന്ന് കേട്ടിട്ടുണ്ടോ? വില്യം റോൺസ്റ്റൺ, ഹി വാസ് ദി ഫാദർ ഓഫ് എക്സ്റേ. ഇന്നലെ നമ്മൾ എക്സ്റേനെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് പഠിപ്പിച്ചു അല്ലേ? മറ്റേ കാതോട് റേസിൽ നിന്നും. ഓക്കെ, അപ്പൊ അതുപോലെ അതിനകത്ത് റോൺസ്റ്റന്റെ ഓർമ്മയ്ക്ക് അവസാനം 3 അക്ഷരം ചേർത്തെ. റോൺസ്റ്റൺ 3 അക്ഷരം ചേർത്തെ. IUM കൂട്ടി വായിച്ചേ. റോൺസ്റ്റീനിയം RG ആണ്. അറ്റോമിക് നമ്പർ 111, 111. കിട്ടിയോ? ആ 4 പേരെ കൊടുത്ത് ബോക്സിലാക്കിയ കൂടെ. IUM-ൽ അവസാനിക്കുന്ന ഇത് 8ാം ക്ലാസ് ആണ് കേട്ടോ. 8ാം ക്ലാസ്സിലും +1 ഉണ്ട്. 8ാം ക്ലാസ്സിലും +1 ഉണ്ട്. ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? 8ാം ക്ലാസ്സിലും +1 ഉണ്ട്. ഐൻസ്റ്റീനിയം ES 99, മെന്റലീവ് MD 101, നൊബലീവ് NP 102, റോൺസ്റ്റീനിയം RG 111. അന്നത്തെ 100 ഫെർമിയം, ഫെർമിയം, ഫെർമിയം. അത് എൻട്രിക്ക ഫെർമി എന്നൊരു സയന്റിസ്റ്റ് ഉണ്ട് കേട്ടോ. എൻട്രിക്ക ഫെർമി. അദ്ദേഹം ഈ മാറ്റത്തിന്റെ സൈസുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫെർമിയം, ഫെർമിയാണ് ശരിക്കും അദ്ദേഹത്തിന്റെ എൻട്രിക്ക ഫെർമി. അവസാനം 3 അക്ഷരം ചേർത്തു IUM, ഫെർമിയം. അപ്പൊ അവിടെ FM ആണ്, അത് അറ്റോമിക് നമ്പർ 100 ആണ്. 100 കാരണം അത് ഓക്കെ ആണോ? അത് കേരള PSC-ന്റെ പഴയൊരു PQ, ബിവറേജ് LD എന്ന് പറയുന്ന ഒരു പരീക്ഷ ഉണ്ട്, അതിനകത്ത് ചോദിച്ച PQ ആണത്. അറ്റോമിക് നമ്പർ 100, എൻട്രിക്ക ഫെർമി. ഓക്കെ ഓക്കെ അല്ലേ? റൈറ്റ് റൈറ്റ്. ശരി, അപ്പൊ അത്രയും ഒന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നോക്കിക്കൊണ്ട് വരുമോ? നമ്മൾ ഒറ്റ സെക്കൻഡ് പോലെ നമ്മളിവിടെ എവിടെ വരെ കംപ്ലീറ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. നമ്മളിതാ ഇവിടെ നോക്കട്ടെ. നമ്മള് ഓക്കെ 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 ഫസ്റ്റ് സോളാർ. അപ്പൊ അവിടെ നിൽക്കട്ടെ. അടുത്ത വരെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് എൻഡ് ചെയ്യാം. അപ്പൊ ആ പോയിന്റ് പക്ഷെ അടുത്ത ക്ലാസ്സിൽ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അത്യാവശ്യം. ആ പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്തായിരുന്നു ഒന്ന് നോക്കട്ടെ. 2 പോയിന്റ് കൂടെ നോക്കാം. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്തായിരുന്നു? ഒരു 5 മിനിറ്റ് കൂടി ഇരിക്കണേ. ലാസ്റ്റ് പറഞ്ഞിരുന്ന പോയിന്റ് എന്തായിരുന്നു? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്, ശരിയല്ലേ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്, ന്യൂക്ലിയർ ഫിസിക്സ് എന്ന ആശയത്തിന്റെ ലോകത്തിലെ പിതാവല്ലേ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ വേൾഡ്, ന്യൂക്ലിയർ ഫിസിക്സ് എന്ന ആശയത്തിന്റെ ലോകത്തിലെ പിതാവാരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്.
ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ദി ടൈം മീനിങ് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്? ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖ. സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് പഠിച്ചോ നിങ്ങൾ. സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് പഠിച്ചോ നിങ്ങൾ. സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓർ ന്യൂക്ലിയർ കമ്പോണൻസ് ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണ് ഇത് ന്യൂക്ലിയർ ഫിസിക്സ്. ആ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ലോകത്തിലെ പിതാവിനെ നിങ്ങളിപ്പോ പഠിച്ചു. ആരാത്? ഏണസ്റ്റ് റൂദർഫോർഡ്. ഒരു 1 വേർഡ് പോയിന്റ് ആണ്. ഓക്കെ അല്ലേ? എങ്കിൽ ഇതാ ബോർഡിലേക്ക് നോക്ക്. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവിനെ പറയൂ. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ ഫിസിക്സ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവിനെ പറയൂ. അപ്പോൾ സ്റ്റഡി അബൌട്ട് ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം, ഒരാറ്റത്തിന്റെ ന്യൂക്ലിയസിനെ കുറിച്ചോ അതിലെ ഘടകങ്ങളെ കുറിച്ചോ പഠിക്കുന്ന പഠനശാഖയാണ് ആര്? ന്യൂക്ലിയർ ഫിസിക്സ്. ആ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവാരാണ്? ഹോമി ജെ ബാബ. പഠിച്ചോ നിങ്ങൾ എല്ലാവരും? ഓക്കെയാണ്. ആ ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവാരാണ്? ഹോമി ജെ ബാബ. പഠിച്ചോ നിങ്ങൾ? ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഇന്ത്യയിലെ പിതാവാണ് ഹോമി ജെ ബാബ. എങ്കിൽ അവിടെ മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. എന്താ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യയിലെ പിതാവാരാണ്? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യയിലെ പിതാവാരാ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ പ്രോഗ്രാംസിന്റെ ഇന്ത്യയിലെ പിതാവാരാ? സെയിം അസ് ഹോമി ജെ ബാബ. പഠിക്കൂ നിങ്ങൾ. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ന്യൂക്ലിയർ പ്രോഗ്രാംസിന്റെ പിതാവാരാ? സെയിം അസ് ഹോമി ജെ. പഠിക്കൂ. ഹോമി ജെ ബാബയാണ് ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ പ്രോഗ്രാംസിന്റെ ഇന്ത്യയിലെ പിതാവാരാണ്? ഹോമി ജെ ബാബ. ക്ലിയർ അല്ലേ? ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യയിലെ പിതാവാരാണ്? ഹോമി ജെ ബാബ. ക്ലിയർ ആണോ? അതും കൂടെ ഓക്കെ അല്ലേ? അടുത്തവർ പറഞ്ഞോട്ടെ. രണ്ടുപേരുടെ പറയട്ടെ, അങ്ങോട്ട് ചോദിക്കാം. നിങ്ങൾ ഇങ്ങോട്ട് പറ. അങ്ങനെയാണെങ്കിലേ ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബ് ഇൻ ഇന്ത്യയിലെ പിതാവേ? ചാറ്റ് ബോക്സിൽ ആൻസറേ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബ് ഇൻ ഇന്ത്യയിലെ പിതാവിനെ പറഞ്ഞേ. ഫാദർ ഓഫ് ദി ന്യൂക്ലിയർ പ്രോഗ്രാംസ് ഓക്കെയാണ്. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബ് ഇൻ ഇന്ത്യയിലെ പിതാവിനെ പറഞ്ഞേ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവിനെ പറഞ്ഞേ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവിനെ പറഞ്ഞേ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ ഇന്ത്യ. ആറ്റം ബോംബിന്റെ ഇന്ത്യയിലെ പിതാവിനെ പറഞ്ഞേ. ഡോക്ടർ രാജാരാമണ്ണ. അറിയാം, പഠിച്ചു കാണണം. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ് പറഞ്ഞേ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ്. ആറ്റം ബോംബ് ലോകത്തിലെ പിതാവ്. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ്. ആറ്റം ബോംബ് ലോകത്തിലെ പിതാവിനെ പറഞ്ഞേ. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ് റോബർട്ട് ഓപ്പൺഹീമർ. ശരിയാണ്. ഫാദർ ഓഫ് ദി ആറ്റം ബോംബ് ഇൻ വേൾഡ്. ആറ്റം ബോംബിന് ലോകത്തിലെ പിതാവിനെ പറഞ്ഞേ. റോബർട്ട് ഓപ്പൺഹൈമർ. വീണ്ടും അടുത്തത് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ് പറഞ്ഞേ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ്. ആറ്റം ബോംബിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞേ. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ആറ്റം ബോംബ്. അത് ഓക്കെയാണ്. ന്യൂക്ലിയർ ഫിഷൻ ആണ്. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞേ. ന്യൂക്ലിയർ ഫിഷൻ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ പറഞ്ഞേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ പ്രിലിംസിൽ പഠിച്ചിട്ടുണ്ടാവണം അല്ലെ? ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ഫിഷന്റെ പിതാവ്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ഫിഷന്റെ പിതാവിനെ പറഞ്ഞേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ഫിഷന്റെ പിതാവിനെ പറഞ്ഞേ. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ഫിഷന്റെ പിതാവിനെ പറഞ്ഞേ. രണ്ടുപേരുണ്ട് നിഷി. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ഫിഷന്റെ പിതാവ് രണ്ടുപേരാണ് നിഷി. നിഷിയുടെ ഒന്നാമത്തെ ആൻസർ ഓക്കെയാണ്. ഓട്ടോഹാൻ രണ്ടാമത്തെ ആളെ പറഞ്ഞ നിഷി. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിഷൻ. ന്യൂക്ലിയർ ഫിഷന്റെ രണ്ടാമത്തെ പിതാവ്. രണ്ടുപേര് ഒരുമിച്ചാണ് കണ്ടുപിടിക്കുന്നത്. ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ക്ലിയർ ആണ്. ഫിഷൻ കണ്ടുപിടിച്ച വർഷം പറഞ്ഞേ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം പറഞ്ഞേ. ഓട്ടോഹാൻ ആൻഡ് ഫ്രിറ്റ്സ് സ്ട്രോസ്മാൻ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം പറഞ്ഞേ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം പറഞ്ഞേ. ഫിഷൻ കണ്ടുപിടിച്ച വർഷം പറഞ്ഞേ. 939. അവിടെ വരെ ക്ലിയർ ആണ്. ക്ലിയർ അല്ലേ? കഴിഞ്ഞില്ല. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇത്ര ഓക്കെ അല്ലേ? ഇതൊക്കെ നിങ്ങൾ പ്രിലിംസിൽ ഒരുപക്ഷെ പഠിച്ച പോയിന്റ് ആയിരിക്കണം. ഒന്ന് റിവിഷൻ പോലെ കാണുക. ഒരൊറ്റ ചോദ്യം ചോദിക്കാം. ഇനി ഇന്ത്യയിൽ നിലവിൽ ഇപ്പൊ 2 തരത്തിലെ റിയാക്ഷനാണ് മൊത്തത്തിൽ നമുക്കുള്ളത്. ഒന്ന് ഫിഷൻ റിയാക്ഷനും ഉണ്ട്, ഫ്യൂഷൻ റിയാക്ഷനും ഉണ്ട്. ശരിയല്ലേ? ഇന്ത്യയിൽ 2 ഫിഷൻ റിയാക്ഷനും ഫ്യൂഷൻ റിയാക്ഷനും ആണ് നിലവിൽ നമുക്കുള്ളത്, മൊത്തത്തിൽ നമ്മുടെ ലോകത്തിലുള്ളത്. ഇതിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇനി ഇന്ത്യയിൽ ശരിക്കും ഫിഷൻ റിയാക്ടർ ആണോ ഫ്യൂഷൻ ആണോ? രണ്ടും ഉണ്ടെങ്കിൽ എത്ര വെച്ചുണ്ട്? ഇന്ത്യയിൽ വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ടർ ഇൻ ഇന്ത്യയിൽ വിച്ച് ടൈപ്പ് റിയാക്ടർ ആണുള്ളത്? ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇല്ലേ?
അത് ഇന്ത്യയിൽ ഏതാ ഉള്ളത്? ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ ഇന്ത്യയിൽ ഉള്ളത്? ഇന്ത്യയിൽ ഫിഷൻ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ ഫിഷൻ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഫ്യൂഷൻ ഇന്ത്യയിൽ ഉണ്ടോ? ഒരു പ്രസ്താവനയാണ്. ഇന്ത്യയിൽ ഫ്യൂഷൻ റിയാക്ടർ ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ ഉണ്ടെന്നൊരു പ്രസ്താവന തരാം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഇന്ത്യയിൽ ഫിഷൻ ആണോ ഫ്യൂഷൻ ആണോ ഉള്ളത്? ഫിഷൻ മാത്രമേ ഉള്ളൂ, ഫ്യൂഷൻ ഇല്ല. ഓക്കെയാണ്. അപ്പോൾ ശരിയാണ്. ഇന്ത്യയിൽ എന്താണ്? ഫിഷൻ റിയാക്ടർ മാത്രമേ ഉള്ളൂ, ഫ്യൂഷൻ ഇല്ല. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി ലോകത്തിൽ എവിടെയാണ് ഫ്യൂഷൻ റിയാക്ടർ കാണാൻ കഴിയുന്നത്? ലോകത്തിൽ എവിടെയാണ് ശരിക്കും ഫ്യൂഷൻ റിയാക്ടർ ഉള്ളത്? ഇൻ വിച്ച് നേഷൻ? ഏത് നേഷനിലാണ് ഫ്യൂഷൻ റിയാക്ടർ ഉള്ളത്? ഫ്യൂഷൻ റിയാക്ടർ ലോകത്തിൽ എവിടെയാണ് ഉള്ളത്? ശ്രീരാജ് USA, പാർവതി കൽപ്പാക്കം ഇന്ത്യയിലാണ്, ജപ്പാൻ ശ്രീവിദ്യ. അടുത്തത്, ഫ്യൂഷൻ റിയാക്ടർ കാണാൻ കഴിയുന്നത് എവിടെയാണ്? എങ്ങും ഇല്ലേ? അത് ഞാൻ ശ്രീരാജ് രണ്ട് ആൻസർ പറഞ്ഞു. ശ്രീരാജ് ആദ്യം USA പറഞ്ഞു, എങ്ങും ഇല്ലെന്ന് ചോദിക്കുന്നുണ്ട്. ടൈപ്പ് ചെയ്ത് വിട്ടെ. ആശയക്കുഴപ്പത്തിലാണോ? ശരി, പുള്ളി നോക്കി. ഇന്ത്യയിൽ ലോകത്തിൽ എങ്ങും തന്നെ ഫ്യൂഷൻ റിയാക്ടർ ഇല്ല. ഇൻ വേൾഡ് നോവെയർ യു ക്യാൻ സീ ദി ഫ്യൂഷൻ റിയാക്ടർ. ലോകത്തിൽ എങ്ങും തന്നെ ഫ്യൂഷൻ റിയാക്ടർ ഇല്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ ലോകത്തിൽ ഫ്യൂഷൻ റിയാക്ടർ മാത്രമേ ഉള്ളൂ, ഫ്യൂഷൻ റിയാക്ടർ എങ്ങും ഇല്ല. അതിന് കാരണം എന്താ? വൈ വി കനോട്ടസ് അല്ലെങ്കിൽ വൈ വി കനോട്ട് ഫ്യൂഷൻ റിയാക്ടർ. എന്തുകൊണ്ടാണ് നമുക്ക് ഫ്യൂഷൻ റിയാക്ടർ ഇല്ലാത്തത്? നമ്മുടെ ഭൂമിയിൽ എങ്ങും തന്നെ ഫ്യൂഷൻ റിയാക്ടർ ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫ്യൂഷന് സമാനമായ റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഫ്യൂഷന് സമാനമായ റിയാക്ഷൻ നടക്കുന്നത് സ്റ്റാറിനകത്തല്ലേ? എടേ, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റ്, ഫ്യൂഷൻ എക്സാമ്പിൾ പറഞ്ഞത് നിങ്ങൾ ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഓഫ് ഓൾ സ്റ്റാർസ്, ശരിയല്ലേ? ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഓഫ് ഓൾ സ്റ്റാർസ്, വാക്കിന്റെ അർത്ഥം എന്താണ്? സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണം. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഓഫ് ഓൾ സ്റ്റാർ ഇൻക്ലൂഡിംഗ് സൺ. ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഓഫ് ഓൾ സ്റ്റാർസ് ഇൻക്ലൂഡിംഗ് സണ്ണ്. വാക്കിന്റെ അർത്ഥം കിട്ടിയായിരുന്നോ? എടേ, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ഏതാ? ഫ്യൂഷൻ. നമുക്കറിയാം, സൂര്യൻ ഒരുപാട് ദൂരെ നിൽക്കുക. ഇത്രയും ദൂരെ നിന്നിട്ട് പോലും അതിന്റെ ഹീറ്റ് നമ്മൾ താങ്ങുന്നില്ല, അല്ലെ? ഒറ്റ ദിവസം നല്ലൊരൊന്ന് വെയിലടിച്ചാൽ മതി, അന്ന് ചൂട് തുടങ്ങും നമുക്ക്, നമ്മൾ താങ്ങില്ല, ശരിയല്ലേ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, അത്രയും വലിയ റിയാക്ഷൻ ആണ് ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഫിഷന്റെ 10 ഇരട്ടി അല്ല 100 ഇരട്ടി എനർജി കൊണ്ട്. ആർക്കാ? ഫ്യൂഷനകത്ത്. അതാണ് സൂര്യനകത്ത് നടക്കുന്നത്. അതാണ് സൂര്യന്റെ ഈ ചൂടിന് കാരണം. സൂര്യന്റെ ചൂടിനും പ്രകാശത്തിനും കാരണം ആരാണ്? ഈ ഒരു നമ്മുടെ ഫ്യൂഷനാണ്. അപ്പൊ അങ്ങനെ ഒരു റിയാക്ഷൻ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാക്കിയെടുത്താൽ പ്രശ്നം എന്താ? അതിൽ നിന്ന് പുറത്തു വരുന്ന ഹീറ്റ് താങ്ങാനുള്ള ശേഷി ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് പുറത്തു വരുന്ന ഹീറ്റ് താങ്ങില്ല, അത് ചിലപ്പോൾ നമ്മുടെ ഭൂമിയെ തകർത്ത് കളയും. അപ്പൊ ആ പേടിയുള്ളത് കൊണ്ട് ഒരു രാഷ്ട്രവും ഇതേവരെ ന്യൂക്ലിയർ ഫ്യൂഷനെ ഉണ്ടാക്കി എടുത്തിട്ടില്ല. എന്നാൽ റഷ്യ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു, നടന്നിട്ടില്ല. ജപ്പാൻ ശ്രമിക്കുന്നു, ചൈന ശ്രമിക്കുന്നു, ശ്രമമുണ്ട്, പക്ഷെ നടക്കില്ല. നടക്കുമായിരിക്കും, നമുക്ക് നിലവിൽ നടന്നിട്ടില്ല. കാരണം ആ ഹീറ്റ് താങ്ങാനുള്ള ശേഷിയില്ല, ആ ഹീറ്റ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റീസ് ഒന്നുമില്ല. അതാണ് പ്രശ്നം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ ആണോ? പറഞ്ഞതിന്റെ അർത്ഥം കിട്ടിയോ? അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം. ലോകത്തിലെ ഇന്ത്യ ഉൾപ്പെടെ ലോകത്തിൽ ഒരു രാജ്യങ്ങളിലും എന്തില്ല? ഫ്യൂഷൻ റിയാക്ടർ ഇല്ല. ബിക്കോസ് ദി ഹൈ ഹീറ്റ് കപ്പാസിറ്റി, അത്രയും ഹീറ്റ് താങ്ങാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഭൂമിക്ക് ഇല്ല. ഇനി ഫ്യൂഷന് 2 എക്സാമ്പിൾ ഉണ്ട്. ഒന്നാമത്തെ എക്സാമ്പിൾ എന്താണ്? നമ്മൾ കണ്ടിരുന്നു, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം എന്താ? ന്യൂക്ലിയർ ഫ്യൂഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ നോക്ക്. സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും ഹീറ്റിനും താപത്തിനും പ്രകാശത്തിനും കാരണം ആരാ? ന്യൂക്ലിയർ ഫ്യൂഷൻ ആണെന്ന് എക്സ്പെരിമെന്റ് വഴി തെളിയിച്ചത് ആരാണ്? വിച്ച് സയന്റിസ്റ്റ്? വിച്ച് സയന്റിസ്റ്റ് പ്രൂവ് ഇറ്റ്? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. എക്സ്പെരിമെന്റിൽ പ്രൂവ് ചെയ്യണ്ടേ? ചെയ്തു. ആരാ പ്രൂവ് ചെയ്തത്? ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ന്യൂക്ലിയർ ഫ്യൂഷൻ. അതായത് ഇംഗ്ലീഷിൽ, ഫാദർ ഓഫ് ദി കൺസെപ്റ്റ് ന്യൂക്ലിയർ ഫ്യൂഷൻ വാസ് ദി റീസൺ ബിഹൈൻഡ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഓഫ് ഓൾ സ്റ്റാർസ് ഇൻക്ലൂഡിംഗ് സൺ. ഒന്നുകൂടെ, ഫാദർ ഓഫ് ദി കൺസെപ്റ്റ് ന്യൂക്ലിയർ ഫ്യൂഷൻ വാസ് ദി ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഓഫ് ഓൾ സ്റ്റാർസ് ഇൻക്ലൂഡിംഗ് സൺ. മലയാളത്തിൽ, സൂര്യൻ ഉൾപ്പെടെയുള്ള എല്ലാ നക്ഷത്രങ്ങളുടെയും തിളക്കത്തിനും താപത്തിനും കാരണമായ പ്രതിഭാസം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് എന്ന് തെളിയിച്ചത് ആരാണ്? ചാറ്റ് ബോക്സേ. ഹന്നത്തെ ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എഴുതി മാറ്റുക ഹന്നത്തെ.
ബാക്കിയുള്ള ആൻസർ തന്നേ. ആ ബോർഡ് വായിക്കുന്നേ. ഒരു കട്ടി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓൺലി ഇൻ +1 NCERT ഫിസിക്സ്. ഇച്ചിരി കട്ടിയാണ് കേട്ടോ. +1 NCERT ഫിസിക്സ് ആണേ, കട്ടിയാണ് കേട്ടോ. +1 NCERT ഫിസിക്സ്. ക്വസ്റ്റ്യൻ എഴുതി മാറ്റിയോ പാർവതി, ദിവ്യ, ശ്രീരാജ? ക്വസ്റ്റ്യൻ എഴുതി മാറ്റിയോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയണോ? ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടില്ല. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയട്ടെ. ഫാദർ ഓഫ് ദി കൺസെപ്റ്റ് എഴുതിയാണോ? ഫാദർ ഓഫ് ദി കൺസെപ്റ്റ്, ഫാദർ ഓഫ് ദി കൺസെപ്റ്റ്, ഫാദർ ഓഫ് ദി കൺസെപ്റ്റ്, ഫാദർ ഓഫ് ദി കൺസെപ്റ്റ് ന്യൂക്ലിയർ ഫ്യൂഷൻ വാസ് ദി, ന്യൂക്ലിയർ ഫ്യൂഷൻ വാസ് ദി റീസൺ ബിഹൈൻഡ് സ്റ്റെല്ലാർ. ഒറ്റ വാക്കിൽ ഇത് പറയാൻ പറ്റും കേട്ടോ. സ്റ്റെല്ലാർ എനർജി, അങ്ങനെയും പറയാം, ഒറ്റ വാക്കിൽ പറയാം. സ്റ്റെല്ലാർ എനർജി. വാട്ട് ഈസ് മീൻ ബൈ സ്റ്റെല്ലാർ എനർജി? സൂര്യനെ പോലെയുള്ള എല്ലാ നക്ഷത്രങ്ങളിലെയും തിളക്കത്തിനും താപം, അതാണ് ശരിക്കും സ്റ്റെല്ലാർ എനർജി എന്ന വാക്കിന്റെ അർത്ഥം. അങ്ങനെ വേണമെങ്കിൽ ചുരുക്കാം. വലുതാക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയണം. ഫാദർ ഓഫ് ദി കൺസെപ്റ്റ് ന്യൂക്ലിയർ ഫ്യൂഷൻ വാസ് ദി റീസൺ ബിഹൈൻഡ് ദി ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഓഫ് ഓൾ സ്റ്റാർസ് ഇൻക്ലൂഡിംഗ് സൺ. അതിനെ ചെറുതാക്കി പറയുമ്പോൾ ഫാദർ ഓഫ് ദി കൺസെപ്റ്റ് ന്യൂക്ലിയർ ഫ്യൂഷൻ ബിഹൈൻഡ് ദി സ്റ്റെല്ലാർ എനർജി. ആരാണ് കൺസെപ്റ്റിന്റെ പിതാവ്? +1 NCERT ഹാൻസ് ബാത്തെ. കേട്ടിട്ടുണ്ടോ? HANSBATHE, ഹാൻസ് ബാത്തെ. പഠിക്കുവോ? ഹാൻസ് ബാത്തെ, +1 NCERT ന്യൂക്ലിയർ ഫിസിക്സ് എന്ന ചാപ്റ്ററിൽ കിടപ്പുണ്ട് കേട്ടോ. ഹാൻസ് ബാത്തെ കൊടുത്തോ? സ്പെല്ലിംഗ് കിട്ടിയോ? HANSBATHE. എഴുതി മാറ്റി നിഷി. ഹാൻസ് ബാത്തെ, HANSBATHE കൊടുത്തോ? വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. പാർവതി എഴുതി മാറ്റി, ഇതിലോട്ട് പേപ്പറിലോട്ട് എഴുതി മാറ്റി. അടുത്ത ഹാൻസ് ബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷം. ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്യ്. ഹാൻസ് ബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷം. ഹാൻസ് ബാത്തെ ഗോട്ട് നോബൽ പ്രൈസ് ഇൻ വിച്ച് ഇയർ? ഹാൻസ് ബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷം പറയാം. ഹാൻസ് ബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷം പറയാം. ഹാൻസ് ബാത്തയ്ക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷം പറയൂ. ഇല്ല, ഞാൻ എഴുതട്ടെ. 1967, 1967, 1967. അത്രേ ഓക്കെയാണ് അവിടെ. അപ്പൊ ഹാൻസ് ബാത്തെ ഗോട്ട് നോബൽ പ്രൈസ് ഓൺ 1967 ഫോർ ദി ഒബ്സർവേഷൻ ഓർ ഫൈൻഡിങ്സ് ബിഹൈൻഡ് ദി സ്റ്റെല്ലാർ എനർജി. കിട്ടിയായിരുന്നോ? ഹാൻസ് ബാത്തെ ഗോട്ട് നോബൽ പ്രൈസ് ഓൺ 1967 ഓൺ ദി ഒബ്സർവേഷൻ അബൌട്ട് സ്റ്റെല്ലാർ എനർജി. സ്റ്റെല്ലാർ എനർജി മീൻസ് ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ് ഓഫ് ഓൾ സ്റ്റാർസ് ഇൻക്ലൂഡിംഗ് സൺ. ക്ലിയർ അല്ലേ? ഒരു 2 ക്വസ്റ്റ്യനോടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ന്യൂക്ലിയർ ഓക്കെ, ദൃശ്യം ഓക്കെ. ന്യൂക്ലിയർ ഫ്യൂഷന് മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. സെക്കൻഡ് എക്സാമ്പിൾ ഓഫ് ന്യൂക്ലിയർ ഫ്യൂഷൻ പറഞ്ഞേ. മറ്റൊരു പ്രതിഭാസമാണ് ഹൈഡ്രജൻ ബോംബ്. പറഞ്ഞോട്ടെ, ന്യൂക്ലിയർ ഫ്യൂഷന് മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്. ഇറ്റ് ഈസ് ഹൈഡ്രജൻ ബോംബ്. അത് കേട്ടിട്ടുണ്ടല്ലേ? എങ്കിൽ അതിന്റെ പിതാവിനെ പറ. അതിന്റെ പിതാവിനെ പറ. ലാസ്റ്റ് ചോദ്യം, ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ്. ഒറ്റ പിതാവേ ഉള്ളൂ, ഇന്ത്യയും വേൾഡും ഒന്നുമില്ല. അപ്പൊ ആറ്റം ബോംബാണ് ഇന്ത്യയും വേൾഡും ഉണ്ട്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, ഒറ്റ പിതാവേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ ഓക്കെയാണ് നിഷി ഓക്കെയാണ് കേട്ടോ. എഡ്വേർഡ് ടെല്ലർ. ഓക്കെ. ശ്രീരാജ ഓക്കെ. എഡ്വേർഡ് ടെല്ലർ, ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ് എഡ്വേർഡ് ടെല്ലർ. ഫാദർ ഓഫ് ഹൈഡ്രജൻ ബോംബ് എഡ്വേർഡ് ടെല്ലർ. ഓക്കെ, കഴിഞ്ഞു. സമയമല്ലേ? ഓക്കെ. അപ്പൊ അത്രയും നോക്കിക്കൊണ്ടുവരും അടുത്ത ക്ലാസ്സിലേക്ക്. അത്രയും നോക്കിക്കൊണ്ടുവരുമോ? ശരി. എല്ലാ NCERT ആണ്. ഇന്ന് NCERT ഫിസിക്സും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. NCERT ആറ്റം ന്യൂക്ലിയർ ഫിസിക്സിന്റെ ഭാഗം കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ NCERT ആറ്റം കെമിസ്ട്രി. ഞാൻ പറഞ്ഞല്ലോ, കെമിസ്ട്രിയിലും കിടപ്പുള്ളത്, ഫിസിക്സിലും ആറ്റത്തെ പറ്റിയുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ കൃത്യമായി നോക്കിയിട്ട് റെഫറൻസ് ആണെങ്കിൽ NCERT +1 ആറ്റം ഫിസിക്സ്, NCERT +1 ആറ്റം കെമിസ്ട്രി രണ്ടിടത്തും. അപ്പൊ ഓക്കെ അല്ലേ? ക്ലോസ് ചെയ്യാം. താങ്ക് യു. ഇത്ര നോക്കിക്കൊണ്ട് പോവാം. കറക്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ത്യയിൽ ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.